മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗാതിസ്വർഗത്തിൽ ഇന്നും ജീവിക്കുന്ന രാജാതിരാജാവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ. കാനഡയിലെ സുഖശീതളമായ സ്വാതന്ത്ര്യത്തിലിരുന്ന് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് ഇഷ്ടമുള്ള ആഹാരം കഴിച്ച് കേരളത്തിലെ മദ്രസ പൊട്ടന്മാരെ സുഖിപ്പിച്ച് യൂട്യൂബ് വ്യൂസ് കൂട്ടാൻ വേണ്ടി വീഡിയോകൾ ഇറക്കുന്ന സുനിത ദേവദാസ് എന്ന കമ്പനിയുടെ ഒരു വീഡിയോയുടെ തംബ്നെയിലിനുള്ള മറുപടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സുനിതയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, കാണാൻ എനിക്ക് താല്പര്യവുമില്ല. കാരണം കാണാതെ തന്നെ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് ഊഹിക്കാൻ കഴിയും. കൊല്ലം കുറേ ആയില്ലേ അവർ ഈ മദ്രസ പൊട്ടന്മാരെയും അന്തം കമ്മികളെയും ഒക്കെ പറ്റിച്ച് ജീവിക്കുന്നത് നമ്മൾ കാണുന്നത്. സുനിത ദേവദാസിയുടെ വീഡിയോയുടെ തംബ്നെയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് തംബ്നെയിൽ. തലകുനിക്കാതെ മടക്കം, എനിക്കിഷ്ടമാണ് ഈ പോരാളിയെ എന്നാണ് തംബ്നെയിലുള്ളത്. തലകുനിക്കാനായിട്ട് തല വേണ്ടേ? ഇസ്രായേലും അമേരിക്കയും കൂടി അയാളുടെ തല എടുത്തില്ലേ? പിന്നെ എങ്ങനെയാണ് സുനിത ദേവദാസി അയാൾ തലകുനിക്കുക? ഈ ദേവദാസി എന്നുള്ള പ്രയോഗം എൻ്റെ കണ്ടുപിടുത്തമല്ല. ആ പ്രയോഗത്തിന് എനിക്ക് കടപ്പാടുള്ളത് അലിയാർ ഖാസിമിയോടാണ്. അതൊരു പഴയ കഥയാണ്. അറിയാത്തവർക്ക് ഞാൻ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം. ഈ സുനിത ദേവദാസ് കാനഡയുടെ സുരക്ഷിതത്വത്തിലിരുന്ന് ജിഹാദികളെ സുഖിപ്പിച്ചുകൊണ്ട് യൂട്യൂബിൽ വീഡിയോകളിട്ട് കാശുണ്ടാക്കി ജീവിക്കുന്ന ഒരാളാണ്. യൂട്യൂബിൽ വീഡിയോകളിട്ട് കാശുണ്ടാക്കുന്നതിന് ഞാൻ ഒരിക്കലും എതിരല്ല. അതൊരു മോശം കാര്യമായി ഞാൻ കാണുന്നുമില്ല. ഡിജിറ്റൽ യുഗത്തിൽ യൂട്യൂബ് എന്നത് കേവലം ഒരു വിനോദോപാധി മാത്രമല്ല, മറിച്ച് ഒരാളുടെ കഴിവിനും അധ്വാനത്തിനും അർഹമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു തൊഴിലിടം കൂടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ഒരു അറിവ്, അത് പാചകമാകട്ടെ, സാങ്കേതിക വിദ്യയാകട്ടെ, അല്ലെങ്കിൽ ചരിത്രമോ രാഷ്ട്രീയമോ നാട്ടറിവുകളോ സാഹിത്യമോ എന്തുമാകട്ടെ, അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇതിനായി വിവരങ്ങൾ ശേഖരിക്കാൻ നിങ്ങൾ നടത്തുന്ന ഗവേഷണം, വിഷയം ലളിതമാക്കാനുള്ള ശ്രമങ്ങൾ, വസ്തുതകൾ പരിശോധിക്കൽ, സ്ക്രിപ്റ്റ് തയ്യാറാക്കൽ, PPT ഉണ്ടാക്കൽ, പിന്നെ റെക്കോർഡിങ്, എഡിറ്റിങ്, ഇതെല്ലാം വലിയ രീതിയിലുള്ള ബൗദ്ധിക അധ്വാനവും സമയവും ശാരീരിക അധ്വാനവും ആവശ്യപ്പെടുന്നവയാണ്. നിങ്ങളുടെ അറിവ് സമൂഹത്തിന് ഉപകാരപ്പെടുമ്പോൾ അതിനായി നിങ്ങൾ ചിലവഴിക്കുന്ന അധ്വാനത്തിനും സമയത്തിനും പ്രതിഫലം ലഭിക്കുക എന്നത് നിങ്ങളുടെ അവകാശമാണ്. യൂട്യൂബ് നൽകുന്ന പ്രതിഫലം നിങ്ങളുടെ അറിവിനുള്ള അംഗീകാരത്തിനേക്കാൾ ഉപരി നിങ്ങളുടെ സമയത്തിനും അധ്വാനത്തിനുമുള്ള കൂലിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇനിയിപ്പോൾ കലാപരമായ കഴിവുകളുള്ളവർക്ക് തങ്ങളുടെ ക്രിയേറ്റിവിറ്റി ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ഇന്ന് വലിയ സ്റ്റേജുകളുടെയോ സ്പോൺസർമാരുടെയോ ഒന്നും സഹായം ആവശ്യമില്ല. സ്വന്തം സ്മാർട്ട് ഫോണിലൂടെ തൻ്റെ കല ജനങ്ങളിലെത്തിക്കാൻ ഒരാൾക്ക് സാധിക്കും. നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് വീഡിയോ കാണുമ്പോൾ 5 മിനിറ്റല്ലേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നാം, ഇത് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുമെന്നൊക്കെ തോന്നാം. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ശാരീരിക അധ്വാനം അത്ര നിസ്സാരമല്ല. ആ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കി അത് ഷൂട്ട് ചെയ്യണം, പിന്നെ അത് എഡിറ്റ് ചെയ്യണം, മികച്ച നിലവാരത്തിൽ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. ഇതൊക്കെ വലിയ തോതിലുള്ള സമയവും ശാരീരിക അധ്വാനം ഒക്കെ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഒരു കലാകാരൻ തൻ്റെ കല പ്രദർശിപ്പിക്കുന്നതിലൂടെ വരുമാനം കണ്ടെത്തുന്നത് തികച്ചും മാന്യമായ ഒരു പ്രവൃത്തിയാണ്. അറിവോ കലയോ ഇവിടെ വിൽക്കുകയല്ല, മറിച്ചത് പങ്കുവയ്ക്കുന്നതിലൂടെ സമൂഹത്തിന് നൽകുന്ന സേവനത്തിന് ലഭിക്കുന്ന മാന്യമായ വേതനമാണ് യൂട്യൂബ് വരുമാനം. ഒരാൾ തൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട സമയം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഈ കണ്ടന്റുകൾ നിർമ്മിക്കാൻ മാറ്റിവെക്കുമ്പോൾ ആ സമയത്തിന് സാമ്പത്തിക മൂല്യം ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ജാതി മത സാമ്പത്തിക വേർതിരിവുകളില്ലാതെ ആർക്കും സ്വന്തം കഴിവ് തെളിയിക്കാനും അതിലൂടെ മാന്യമായി ജീവിക്കാനും മുതലാളിത്ത രാജ്യമായ അമേരിക്കയുടെ ഉൽപ്പന്നമായ യൂട്യൂബ് അവസരം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ വീഡിയോകളിട്ട് കാശുണ്ടാക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. എന്നാൽ ഈ സുനിത ദേവദാസിനെ പോലുള്ളവർ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കാശുണ്ടാക്കുന്നത് അധാർമികമായ വഴിയിലൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ കാരണം പറയാം. ഒരിക്കൽ ഒരു ഉസ്താദ് ഭാര്യയെ പ്രസവത്തിനായി പ്രസവപ്പലകയിൽ കിടത്തിയിരിക്കുന്ന സമയത്താണെങ്കിലും ഭർത്താവിന് ലൈംഗിക മോഹം ഉണ്ടായാൽ
അല്ലെങ്കിൽ ലൈംഗിക ദാഹം, കാമദാഹം ഉണ്ടായാൽ പ്രസവിക്കാൻ കിടക്കുന്ന സ്ത്രീ ഭർത്താവിന് വഴങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. അതിൽ നമുക്ക് ആ ഉസ്താദിനെ പൂർണ്ണമായി കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം അയാളൊരു ഇസ്ലാമിക പ്രഭാഷകനാണ്. മുഹമ്മദ് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് അയാൾ തൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞത്. ഈ മതഗ്രന്ഥത്തിലുള്ള കാര്യമല്ലേ മതപണ്ഡിതന് പ്രസംഗിക്കാൻ പറ്റൂ? ഇസ്ലാം എന്നാൽ ലൈംഗികതയുടെ മതമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ അധികവും സെക്സുമായി ബന്ധപ്പെട്ടതാകുന്നത്. അടിമുടി ലൈംഗികതയാണ് ആ മതത്തിലുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുക മതപ്രഭാഷണം എന്ന് പറഞ്ഞാൽ അത് ആത്മീയ കാര്യങ്ങളായിരിക്കുമെന്നാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ അത് വ്യത്യസ്തമാണ്. സെക്സിനെ കുറിച്ചാണ് ഉസ്താദുമാരുടെ പ്രസംഗങ്ങളിൽ വലിയൊരു പങ്കും അതാണ്, സെക്സാണ്. അത് ഈ ഭൂമിയിലെ സെക്സിൻ്റെ കാര്യം മാത്രമല്ല, സുബർക്കത്തിൽ ചെന്ന് ഹൂറികളുമായി ചെയ്യാൻ പോകുന്ന സെക്സ് വരെ അതിനെക്കുറിച്ച് വരെ അവർ പ്രസംഗിക്കാതെ അത് ഏത് തരത്തിലുള്ള സെക്സ് ആയിരിക്കും എന്നുള്ള കാര്യമൊക്കെ അവർ പ്രസംഗിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു പ്രസംഗത്തിലാണ് ഒരു ഉസ്താദ് സ്ത്രീകൾ ഏത് സാഹചര്യത്തിലും ഭർത്താവിൻ്റെ ലൈംഗികാവശ്യം നിറവേറ്റാൻ വഴങ്ങിക്കൊടുക്കണം എന്ന് ഈ പ്രസവ പലകയുടെ ഉദാഹരണം പറഞ്ഞത്. അപ്പം ഇതിന് ആധാരമായ ഹദീസുണ്ട്. സുനാൻ ഇബ്നു മാജ വോളിയം 3 ബുക്ക് 9 ഹദീസ് നമ്പർ 1853 പറയുന്നത്, ഒരു സ്ത്രീയും തൻ്റെ ഭർത്താവിനോടുള്ള കടമകൾ നിറവേറ്റാതെ അല്ലാഹുവിനോടുള്ള കടമകൾ നിറവേറ്റിയവളാകില്ല. അവൾ ഒട്ടകത്തിൻ്റെ ജീനിക്ക് മുകളിലാണെങ്കിൽ പോലും ഭർത്താവ് അവളെ ശാരീരിക ബന്ധത്തിനായി ആവശ്യപ്പെട്ടാൽ അവൾ അത് വിസമ്മതിക്കാൻ പാടില്ല. സുനാൻ ഇബ്നു മാജ വോളിയം 3 ബുക്ക് 9 ഹദീസ് നമ്പർ 1853. ഈ പഴയ കാലത്ത് അറേബ്യയിലുള്ളവർ ദൂരയാത്ര ചെയ്തിരുന്നത് ഒട്ടകപ്പുറത്തായിരുന്നു എന്ന് നമുക്കറിയാം. ഒട്ടകയാത്രക്കിടയിലുള്ള ആ സമയത്ത് മറ്റ് ഇതൊക്കെ ഉണ്ടാവും, കാരവാനാണല്ലോ, ഒരുമിച്ച് കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരു പബ്ലിക് സ്പേസിലാണ്, മുൻപിലും പിൻപിലും ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്താണെങ്കിൽ പോലും മുസ്ലിം സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ ലൈംഗികദാഹം തീർക്കാൻ വഴങ്ങിക്കൊടുക്കണമെന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി വേറൊരു ഹദീസ് നോക്കാം. സുനാൻ അൽ തിർമിദി വോളിയം 1 ബുക്ക് 7 ഹദീസ് നമ്പർ 1160. ഭർത്താവ് ഭാര്യയെ തൻ്റെ ആവശ്യത്തിനായി വിളിച്ചാൽ അവൾ അടുപ്പിൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അതവിടെ നിർത്തിവെച്ചിട്ട് അവൻ്റെ അടുക്കൽ വരണം ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇതാണ് പറയുന്നത്. അങ്ങനെ പോകുന്ന സ്ത്രീകളോടൊരു ഉപദേശമുള്ളത്, ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കരുതിട്ടാ. വെറുതെ എന്തിനാ ഇത് വല്ല അപകടമൊക്കെ ഉണ്ടാക്കുന്നത്? അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം പോകാൻ. അതെൻ്റെ വക ഉപദേശം. ആധുനിക മനുഷ്യാവകാശ നിയമങ്ങൾ അനുസരിച്ച് ശാരീരിക ബന്ധത്തിൽ ഏറ്റവും പ്രധാനം ഇരുവർക്കും അതിനുള്ള പൂർണ്ണ സമ്മതമാണ്. ഭർത്താവാണെങ്കിൽ പോലും ഭാര്യയുടെ താല്പര്യമില്ലാതെ ശാരീരിക ബന്ധത്തിന് നിർബന്ധിക്കുന്നത് ആധുനിക നിയമവ്യവസ്ഥകളിൽ ഈ മാരിറ്റൽ റേപ്പ് അല്ലെങ്കിൽ വൈവാഹിക ബലാത്സംഗമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ ഒരു മുസ്ലിം സ്ത്രീക്ക് താല്പര്യമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ പോലും നോ എന്ന് പറയാനുള്ള അവകാശം ഈ ഹദീസ് നിഷേധിക്കുന്നുണ്ട്. അവൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും പുരുഷൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ലൈംഗിക ആവശ്യത്തിന് നിരുപാധികം വഴങ്ങണമെന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചത്. സ്ത്രീയുടെ ശാരീരികമോ മാനസികമോ ആയ അവസ്ഥകൾ പരിഗണിക്കാതെ പുരുഷൻ്റെ ലൈംഗികദാഹം തീർക്കാനുള്ള കേവലം ഒരു ഉപാധിയായി മാത്രമാണ് ഇസ്ലാം മതം സ്ത്രീയെ കാണുന്നതെന്ന് ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇവിടെ വേറൊരു കോമഡി ഉണ്ട്. ഈ ഹദീസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗത്തബ് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ അറബി അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം, ഒട്ടകത്തിൻ്റെ പുറത്ത് വയ്ക്കുന്ന ജീനി അല്ലെങ്കിൽ ഇരിപ്പിടം, ഒട്ടകത്തിൻ്റെ പുറത്തുള്ള ആ ഇരിപ്പിടമാണ്. അതാണ് ഗത്തബ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്നാണ് അവരെനിക്ക് പറഞ്ഞു തന്നത്. മാത്രമല്ല ഞാൻ ഈ ഗത്തബ് എന്ന വാക്ക് ഗൂഗിൾ ഇമേജിലിട്ട് നോക്കി എന്താണ് സംഗതി വരുന്നതെന്ന് അറിയണ്ടേ. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ വന്ന ചിത്രങ്ങളെല്ലാം ഒട്ടകത്തിൻ്റെ ജീനിയുടെ തന്നെയാണ്. ആ ജീനിയുടെ മാത്രമായിട്ടുള്ളതുകൊണ്ട്, അതുകൂടാതെ ഒട്ടകത്തിൻ്റെ പുറത്ത് ജീനി വെച്ച് കെട്ടിയിരിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള പല ഇമേജുകളാണ് വന്നത്. മുഹമ്മദ് പഠിപ്പിച്ചത് ഒട്ടകത്തിൻ്റെ ജീനിക്ക് മുകളിലാണെങ്കിൽ പോലും ഭർത്താവിൻ്റെ ആഗ്രഹത്തിന് സ്ത്രീ വഴങ്ങിക്കൊടുക്കണം എന്നാണെങ്കിൽ, നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള നമ്മുടെ കേരളത്തിലെ ഇസ്ലാം മത പണ്ഡിതന്മാർ നോക്കിയപ്പോൾ കേരളത്തിൽ എവിടെയാണ് ഒട്ടകം ഉള്ളത്? കേരളത്തിൽ ഒട്ടകമില്ലാത്തത് കൊണ്ട് ഇവിടെയുള്ള മുസ്ലിം സ്ത്രീകളോട് ഒട്ടകത്തിൻ്റെ ജീനിപ്പുറത്താണെങ്കിലും എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് സംഗതി എന്താണെന്ന് മനസ്സിലാവുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇവിടെയുള്ള മുസ്ലിം സ്ത്രീകൾക്ക് മനസ്സിലാകാൻ വേണ്ടി അവർ അവരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പ്രസവപ്പലകയിൽ കിടക്കുന്ന സ്ത്രീയാണെങ്കിൽ ശരി, ആ സമയത്ത് ഭർത്താവിന് കാമം തോന്നിയാൽ
പ്രസവ പലകയിൽ ആ സ്ത്രീ കിടന്നുകൊടുത്തേ പറ്റൂ എന്ന് എഴുതി വെച്ചു. അതായത് ഒട്ടകത്തിന്റെ ജീനിയെ അവര് പ്രസവ പലകയാക്കി മാറ്റി ഇവിടെയുള്ളവർ. അത്തരം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ ഉസ്താദ് തൻ്റെ പ്രഭാഷണം നടത്തിയത്. ആ വീഡിയോയ്ക്ക് കീഴിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ വന്ന് ഉസ്താദിനെ വിമർശിച്ചുകൊണ്ട് കുറേയേറെ കമൻറ്റുകൾ ഇടുകയുണ്ടായി. അതിശക്തമായിട്ടാണ് അവർ ഉസ്താദിനെ വിമർശിച്ചത്. പക്ഷെ അവരുടെ വിമർശനത്തിൽ കാര്യമൊന്നുമില്ല. കാരണം ഈ ഉസ്താദിനെ മാത്രം എങ്ങനെയാണ് നമുക്കിതിൽ കുറ്റം പറയാൻ പറ്റുക? അയാൾ മതത്തിൻ്റെ ഒരു ഇര മാത്രമാണ്, മനസ്സിലായോ? ഒരു വിക്റ്റിം മാത്രമാണ് അയാൾ. ഹദീസുകൾ വഴി ഇങ്ങനെ ഒരു കാര്യം ഇസ്ലാം മതത്തിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത മുഹമ്മദിനെ അല്ലേ ആദ്യം കുറ്റം പറയേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഇസ്ലാം എന്ന മതത്തെ അല്ലേ രണ്ടാമത് വിമർശിക്കേണ്ടത്? കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഒട്ടകക്കട്ടിലിനെ പ്രസവപ്പലകയാക്കി മാറ്റിക്കൊണ്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതിയ മുൻകാല പണ്ഡിതന്മാരെ അല്ലേ അത് കഴിഞ്ഞ് കുറ്റപ്പെടുത്തേണ്ടത്? അതിനുശേഷം മാത്രമല്ലേ ഇത് പ്രസംഗിച്ച ഉസ്താദിനെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമുള്ളൂ, അല്ലേ? പക്ഷെ അങ്ങനെയൊന്നും ഒരാളും ചിന്തിച്ചില്ല. ഈ വിമർശിച്ച മുസ്ലിങ്ങളെല്ലാം തന്നെ ആ ഉസ്താദിനെയാണ് കുറ്റപ്പെടുത്തിയത്. അപ്പം ഇത്രയും മുസ്ലിങ്ങൾ ഈ ഉസ്താദിനെ വിമർശിക്കുന്നത് കണ്ടപ്പോൾ സുനിത ദേവദാസ് എന്ന കനേഡിയൻ വിപ്ലവകാരിക്ക് പെട്ടെന്ന് ഫെമിനിസം ഉണർന്നു. ഉസ്താദിനെ വിമർശിക്കാൻ സുനിതയ്ക്കും ഒരു മോഹം. മുഹമ്മദിനെ വിമർശിക്കാനോ ഇസ്ലാം മതത്തെ വിമർശിക്കാനോ അല്ലെങ്കിൽ ഇതൊക്കെ എഴുതി വെച്ച പണ്ഡിതന്മാരെ വിമർശിക്കാനോ ഉള്ള ധൈര്യമൊന്നും സുനിതയ്ക്കുണ്ടായില്ല. അത്തരം ധൈര്യമൊക്കെ ഒരാൾക്ക് ഉണ്ടാകണമെങ്കിൽ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ അയാൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ ഉണ്ടാകണം. ഒരാൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ താനും. ഏതായാലും സുനിത ദേവദാസ് ആ ഗണത്തിൽ വരുന്ന ആളല്ലാത്തത് കൊണ്ട് ഉസ്താദിനെ മാത്രം വിമർശിച്ച് ഒരു വീഡിയോ ഇറക്കുന്നു. അതിന്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. പ്രസവ വേദനയെടുത്ത് വഹിയ അല കതബ്, കതബ് എന്ന് പറഞ്ഞാല് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ്. പ്രസവ സമയമായി, 10 മാസമായി. ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു, നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങിക്കൊടുക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഇയാള് സംസാരിക്കുന്നത് കേട്ടിട്ട് എന്താണ് ശരിക്കും തോന്നിയത്? അറപ്പ് തോന്നുന്നില്ലേ? വെറുപ്പ് തോന്നുന്നില്ലേ? പക തോന്നുന്നില്ലേ? സുഖപ്രസവം എന്നാണ് ചിലർ പ്രസവത്തെ കുറിച്ച് പറയുന്നത്. പ്രസവിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും അറിയാം അങ്ങനെ ഒരു സുഖപ്രസവം എന്നൊരു സംഗതിയില്ല. എല്ലാ പ്രസവവും ഒരു മരിച്ചു ജീവിക്കലാണ്. അപ്പോഴാണ് ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച തട്ടമിട്ടയാൾ പറയുന്നത് പ്രസവിക്കാൻ പോകുമ്പോഴും പുരുഷന് വഴങ്ങിക്കൊടുക്കാൻ പ്രവാചകൻ പറഞ്ഞു എന്ന്. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ അതിശക്തമായ വിമർശനം കണ്ടിട്ടാണോ എന്തോ സുനിത ഈ വീഡിയോയിൽ അപാര ഫോമിലായിരുന്നു. തട്ടമിട്ട നാറി എന്നൊക്കെയാണ് സുനിത ഉസ്താദിനെ വിശേഷിപ്പിച്ചത്. പക്ഷെ സുനിത ഒരു കാര്യം ഓർത്തില്ലായിരുന്നു. സുനിതയുടെ സബ്സ്ക്രൈബർമാരെല്ലാം 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളായിരുന്നില്ല. അവരെല്ലാവരും തന്നെ 7-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളായിരുന്നു എന്നുള്ള കാര്യം അത് സുനിത മറന്നുപോയി. അതുവരേക്കും സുനിതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ മുസ്ലിങ്ങളും ആ വീഡിയോ വന്നതോടെ സുനിതയ്ക്കെതിരായി. സുനിതയുടെ ആ വീഡിയോയ്ക്ക് താഴെ മുസ്ലിങ്ങളുടെ തെറിവിളിക്ക് ഒരു കയ്യും കണക്കുണ്ടായിരുന്നില്ല. ആ ചാനൽ പല മുസ്ലിങ്ങളും അൺസബ്സ്ക്രൈബ് ചെയ്തു. ഓഹരി വിപണിയിൽ ഇടിവ് സംഭവിക്കുന്ന പോലെ, തകർച്ച സംഭവിക്കുന്ന പോലെ ആയിരുന്നു ആ സമയത്ത് സുനിതയുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കുറഞ്ഞത്. എല്ലാവരും അത് കാണുന്നു എന്ന് കണ്ടപ്പോൾ സുനിത അത് ഹൈഡ് ചെയ്ത് വെച്ചു. ചാനലിന്റെ ഓണറിന് മാത്രമേ അത് കാണാൻ പറ്റൂ, പുറമേ ഉള്ളവർക്ക് കാണാൻ പറ്റാത്ത ലെവലിൽ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അതിനിടയിലാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ലക്ഷണമൊത്ത ജിഹാദിയായ അലിയാർ ഖാസിമി സുനിതയെ സുനിത ദേവദാസി എന്ന് വിളിച്ചുകൊണ്ട് ഒരു മറുപടി വീഡിയോ ചെയ്യുന്നത്. ഈ തട്ടമിട്ട നാറി എന്നൊക്കെ വിളിച്ചത് കേട്ടപ്പോൾ അലിയാർ ജിഹാദിക്ക് കൊണ്ടു. അയാളും തട്ടമിട്ടാണല്ലോ നടക്കുന്നത്. അബ്ദുൽ നാസർ മദനിയെ കർണാടക പോലീസ് പൊക്കിയതിന് ശേഷം മദനിയുടെ കുറവ് കേരളത്തിൽ നികത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഈ അലിയാർ ഖാസിമി. അപ്പോൾ അയാളെപ്പോലെ ഒരാളെ പിണക്കിയാൽ പിന്നെ തൻ്റെ കഞ്ഞികുടി മുട്ടും എന്നറിയാവുന്നതിനാൽ സുനിത നിരുപാധികം മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. ഫെമിനിസവും കമ്മ്യൂണിസവും എല്ലാം ഭദ്രമായി മടക്കി പോക്കറ്റിലിട്ടുകൊണ്ട് സുനിത ഒറ്റ ഒരു മാപ്പ് പറച്ചിൽ. ആ വീഡിയോയിൽ നിന്നുള്ള ഒരു ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം. സുനിതയുടെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാകും. വിദേശത്തിരുന്ന് സംസാരിക്കുന്ന സുനിത ദേവദാസി എന്നൊരു സ്ത്രീ അലിയാർ ഖാസിമി ഈ വീഡിയോയിൽ എന്നെ ദേവദാസി എന്ന് വിളിച്ച ഒരു പരാമർശം കണ്ടു. അദ്ദേഹത്തിന് ഒരു നാക്കുപിഴ സംഭവിച്ചതായിരിക്കുമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കുന്ന ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആർക്കും ഒരു സ്ത്രീയെ പച്ചയായി വേശ്യ എന്ന് വിളിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിനു മാത്രം മോശപ്പെട്ട ഒരു വ്യക്തിയല്ല അദ്ദേഹം എന്നും ഞാൻ കരുതുന്നു. തന്നെ ദേവദാസി എന്ന് വിളിച്ചത്
അലിയാർ ഖാസിമിയുടെ ഒരു നാക്കുപിഴയാണത്രേ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സുനിതയെ ദേവദാസി എന്ന് വിളിക്കുന്നതിൽ സുനിതയ്ക്ക് പ്രശ്നമൊന്നുമില്ല. അതൊരു നാക്കുപിഴയായി അവരെടുത്തോളും. അതുകൊണ്ട് മാത്രമാണ് ഞാനും അവരെ ദേവദാസി എന്ന് വിളിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയാണ് ഇക്കാര്യം പറഞ്ഞത്. ഏതായാലും സുനിത മാപ്പ് പറഞ്ഞ് വീഡിയോ ഇട്ടതിന് ശേഷം തട്ടമിട്ട നാറി എന്ന് വിളിച്ചുകൊണ്ട് അതിന് മുൻപ് ചെയ്ത വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് മുസ്ലിങ്ങളുടെ വിനീത വിധേയയായിട്ടാണ് ഇപ്പോൾ സുനിത കഴിയുന്നത്. യാതൊരു ഉളുപ്പുമില്ലാതെ മദ്രസ പൊട്ടന്മാരെ സുഖിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഈ ദേവദാസി ഇപ്പോൾ ഇഷ്ടം പോലെ ഇടുന്നുണ്ട്. മുസ്ലിം വ്യൂവേഴ്സിനെ തിരികെ കിട്ടാൻ വേണ്ടി വീണ്ടും അവരെ പ്രീണിപ്പിച്ച് വീഡിയോകൾ ഇറക്കാൻ യാതൊരു ഉളുപ്പും ഈ സുനിത ദേവദാസിക്ക് തോന്നിയില്ല. യഥാർത്ഥ കണ്ടന്റ് ക്രിയേറ്റർമാർ അവരുടെ അറിവോ കലയോ പങ്കുവച്ച് യൂട്യൂബിൽ നിന്ന് മാന്യമായി പണം ഉണ്ടാക്കുമ്പോൾ ഈ കനേഡിയൻ ദേവദാസി സ്വന്തം മനസാക്ഷിയെയും വ്യക്തിത്വത്തെയുമാണ് പണത്തിന് വേണ്ടി വിൽക്കുന്നത്. അതുകൊണ്ടാണ് അവരെ പോലെയുള്ളവർ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കാശുണ്ടാക്കുന്നത് അധാർമികമായ രീതിയിലാണെന്ന് ഞാൻ പറയുന്നത്. ഭൗതിക ശേഷിയുള്ളവർ വിജ്ഞാനവും കലയും പങ്കുവച്ച് ജീവിക്കുമ്പോൾ അതില്ലാത്തവർ സ്വന്തം നിലപാടുകൾ വിറ്റ് ജീവിക്കുന്നു. ആദ്യത്തേത് മാന്യമായ ഒരു തൊഴിലാണെങ്കിൽ രണ്ടാമത്തേത് കേവലം സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ള ഭൗതിക അടിമത്തം മാത്രമാണ്. ഇതിൻ്റെയൊക്കെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം വളരെ വ്യക്തമാണ്. കൃത്യമായ ഓഡിയൻസ് ക്യാപ്ചറിങ്. അതായത് ഒരു കണ്ടന്റ് ക്രിയേറ്റർക്ക് സ്വന്തമായി യാതൊരു ഭൗതിക നിലപാടുകളും ഇല്ലാതെ വരികയും സർഗാത്മകമായ കഴിവുകൾ ഒന്നും തന്നെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ കേവലം വ്യൂവേഴ്സിനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വ്യൂവേഴ്സിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അടിമപ്പെടുന്ന അവസ്ഥയെയാണ് ഓഡിയൻസ് ക്യാപ്ചർ എന്ന് വിളിക്കുന്നത്. ഏതൊരു സാമാന്യ ബോധമുള്ള മനുഷ്യനും എതിർക്കേണ്ടതായ ഒരു കാര്യം ഒരു ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് കൊഴിഞ്ഞു പോകുന്നു എന്ന് കണ്ട ഉടനെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് മാപ്പ് പറയേണ്ടി വരുന്നത് സ്വന്തം മനസാക്ഷിയെ പണത്തിന് വിൽക്കാൻ ഒരു മടിയും ഇല്ലാത്തതുകൊണ്ടാണ്. ബുദ്ധിശേഷിയോ സർഗാത്മകതയോ ഉള്ള ഒരാൾ ഒരിക്കലും ഇതുപോലെ വ്യൂസിന് വേണ്ടി സ്വന്തം ശരികളെ അടിയറവ് വയ്ക്കില്ല. സ്വന്തമായി നിലപാടുകളില്ലാതെ ഒരു പ്രത്യേക വിഭാഗം കാഴ്ചക്കാരുടെ വർഗീയ തീവ്ര ചിന്താഗതികളെ സുഖിപ്പിച്ചു നിർത്തി അതിലൂടെ കാശുണ്ടാക്കുന്ന ഈ രീതി ഏറ്റവും വലിയ കാപഢ്യമാണ്. ഇവർ കാഴ്ചക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളുന്ന വെറും പാവ മാത്രമായി നിലകൊള്ളുന്ന ഒരു സ്ത്രീയാണ്. അവരെ സ്ത്രീ എന്ന് വിളിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയാണ് അവരെ വിശേഷിപ്പിക്കേണ്ടത്. ലോകത്ത് എന്ത് നടന്നാലും അതിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും മാത്രം കുറ്റം പറഞ്ഞാൽ അന്ധമായ മതാവേശമുള്ള മദ്രസ പൊട്ടന്മാരും പിന്നെ ബുദ്ധിയും ബോധവും ചിന്താശേഷിയും AKG സെന്ററിൽ പണയം വെച്ചിരിക്കുന്ന അന്തം കമ്മികളും ലൈക്കും ഷെയറുമായി വരും എന്ന ബിസിനസ് ബുദ്ധിയാണ് ഇതിൻ്റെ പിന്നിൽ. മനസ്സിലായോ? അതിനുവേണ്ടി ഏത് തീവ്രവാദിയെയും ഏത് ഏകാധിപതിയെയും എത്ര കൊള്ളരുതാത്തവനെയും ഏത് നീചനെയും ന്യായീകരിക്കാൻ ഈ കനേഡിയൻ ദേവദാസിക്ക് യാതൊരു മടിയുമില്ല. യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന പണത്തിന് ഒരു നിറമേ ഉള്ളൂ. പക്ഷെ അത് സമ്പാദിക്കാനുള്ള വഴികൾ പലതാണ്. സർഗാത്മകതയിലൂടെ പണം നേടുന്നത് ഒരാളുടെ അധ്വാനത്തിനുള്ള മാന്യമായ പ്രതിഫലമാണെങ്കിൽ ഇതുപോലെ സ്വന്തം വ്യക്തിത്വവും നിലപാടുകളും പണയം വെച്ച് തെറ്റുകളെ ന്യായീകരിച്ച് നേടുന്ന പണം അത് ബൗദ്ധിക അടിമത്തത്തിലൂടെ നേടുന്ന പണമാണ്. തെരുവുകളിൽ പണത്തിനു വേണ്ടി സ്വന്തം ശരീരം വിൽക്കുന്ന സ്ത്രീകളും കാനഡയിൽ ഇരുന്നു കൊണ്ട് പണത്തിനു വേണ്ടി യൂട്യൂബിൽ സ്വന്തം മനസാക്ഷിയെയും വ്യക്തിത്വത്തെയും നിലപാടുകളെയും വിൽക്കുന്ന ഈ ദേവദാസിയും തമ്മിൽ എൻ്റെ ദൃഷ്ടിയിൽ വ്യത്യാസങ്ങൾ ഒന്നും തന്നെയില്ല. എന്നെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും ഒരേ കാറ്റഗറി വരുന്ന ആളുകളാണ്. യഥാർത്ഥ നിലപാടുകളുള്ള ആളുകൾക്ക് തെറ്റുകളോട് വിയോജിക്കാനുള്ള ധൈര്യം ഉണ്ടാകും. എന്നാൽ കാശിനും വ്യൂസിനും വേണ്ടി നിലപാടുകൾ പണയം വെക്കുന്നവർക്ക് സ്വന്തം രാജ്യത്തെ സ്ത്രീകളെ അടിച്ചമർത്തുന്നവനും കമ്മ്യൂണിസ്റ്റുകളെ കൊല്ലുന്നവനുമൊക്കെ മഹത്തായ പോരാളികളായി തോന്നും. സ്വന്തം വ്യക്തിത്വവും നിലപാടുകളും വിറ്റ് കാശാക്കുന്ന ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് ഓർത്ത് സുനിതയ്ക്ക് എപ്പോഴെങ്കിലും ലജ്ജ തോന്നിയിട്ടുണ്ടോ? അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ലജ്ജ തോന്നിയിട്ടുണ്ടോ? സ്വന്തം നിലപാടുകളെയും വ്യക്തിത്വത്തെയും മനസാക്ഷിയെയും കേവലം യൂട്യൂബ് വ്യൂസിന് വേണ്ടി വിൽക്കാൻ അതിന് ഒരു മടിയുമില്ലാത്ത രീതിയിൽ ഒരു വ്ളോഗർ എത്രത്തോളം തരം താഴുന്നു എന്നതിൻ്റെ നേർചിത്രമാണ് സുനിത ദേവദാസിയുടെ ആ തമ്പനയിൽ. സ്വയം ഫെമിനിസ്റ്റ് എന്നും
കമ്മ്യൂണിസ്റ്റ് എന്നും വിശേഷിപ്പിക്കുന്ന ആൾ കൂടിയാണ് ഈ സുനിത ദേവദാസി എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അപ്പം അങ്ങനെയുള്ള ഒരാൾ, ഒരു ഫെമിനിസ്റ്റ് എന്നും കമ്മ്യൂണിസ്റ്റ് എന്നും സ്വയം അവകാശപ്പെടുന്ന ഒരാൾ, ലോകം കണ്ട ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധനും ഇടതുവിരോധിയുമായ ഒരു മത ഏകാധിപതിയെ പോരാളി എന്ന് വിളിച്ച് മഹത്വവൽക്കരിക്കുന്നത് കേവലം ഒരു ഇരട്ടത്താപ്പല്ല, മറിച്ച് മനുഷ്യത്വത്തോടും ചരിത്രത്തോടും കാണിക്കുന്ന കൊടിയ വഞ്ചനയാണ്. അതുകൊണ്ട് സുനിത, മുതലാളിത്ത രാജ്യത്തെ വൈഫൈ ഉപയോഗിച്ച് വ്യൂസിനും ഡോളറിനും വേണ്ടി ആരെ വേണമെങ്കിലും നിങ്ങൾ സുഖിപ്പിച്ചോളൂ. പക്ഷേ ഈ ഫെമിനിസ്റ്റ് മനുഷ്യാവകാശ വേഷമുണ്ടല്ലോ, അതൊന്ന് അഴിച്ചു വച്ചിട്ട് വേണം ഇത്തരം പ്രഹസനങ്ങൾ കാണിക്കാൻ. ചരിത്രം പഠിക്കാത്തവർ അത് ആവർത്തിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. എന്നാൽ ഇവിടെ സുനിത ചരിത്രത്തെ വളച്ചൊടിച്ച് വിറ്റ് കാശാക്കുകയാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ മനുഷ്യരായി പോലും പരിഗണിക്കാത്ത ഒരു ഭരണകൂടത്തിന്റെ തലവന് വേണ്ടിയാണ് സുനിത ദേവദാസി കണ്ണീർ വാർക്കുന്നത്. സ്വന്തം മുടിനാരിഴ പുറത്തു കാണിച്ചതിന്റെ പേരിൽ സദാചാര പോലീസിന്റെ ക്രൂരമർദ്ദനമേറ്റ് മരിച്ചു വീണ മഹ്സ അമനിയെയും അവർക്ക് വേണ്ടി തെരുവിലിറങ്ങി ജീവൻ വെടിയേണ്ടി വന്ന ആയിരക്കണക്കിന് ഇറാനി സ്ത്രീകളെയും ഈ കനേഡിയൻ ദേവദാസി സൗകര്യപൂർവ്വം മറക്കുകയാണ്. ആ സ്ത്രീകളുടെ ചോര പുരണ്ട കൈകളാണ് സുനിത വാഴ്ത്തിപ്പാടുന്ന ആ പോരാളിയുടേത് എന്നോർക്കുമ്പോൾ ഇവരുടെയൊക്കെ ഫെമിനിസം എത്രത്തോളം പൊള്ളയാണെന്ന് മനസ്സിലാകും. ഇനി കമ്മ്യൂണിസത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ 1979 ഈ വിപ്ലവത്തിന് ശേഷം ഇറാനിൽ മൃഗീയമായി വേട്ടയാടപ്പെടുകയും കൂട്ടക്കുരുതി ചെയ്യപ്പെടുകയും ചെയ്ത ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകളുടെ ചരിത്രം സുനിതയ്ക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ, അല്ലേ? ഇടതുപക്ഷക്കാരെ തിരഞ്ഞു പിടിച്ചു കൊന്നൊടുക്കിയ ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന്റെ തലവനെ നോക്കി ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ് പറയുന്നത്, എനിക്കിഷ്ടമുള്ള പോരാളിയാണ്, എനിക്കിഷ്ടമാണ് ഈ മനുഷ്യനെ എന്നൊക്കെ. വാഴ്ത്തുപാട്ട്. ഇങ്ങനെ ഒരു ഏകാധിപതിക്ക് വേണ്ടി കണ്ണീർ വാർക്കുകയും അയാളെ പുകഴ്ത്തുകയും ചെയ്യുന്നതിലെ വൈരുദ്ധ്യം മനസ്സിലാക്കാനുള്ള ബോധമൊന്നും ഈ പ്രബുദ്ധ കേരളമെന്ന് അവകാശപ്പെട്ട് നടക്കുന്ന ഈ സംസ്ഥാനത്തിലെ അന്തംകമ്മികൾക്ക് ഇല്ലാത്തതുകൊണ്ട് സുനിത ദേവദാസി ഇടതുപക്ഷ ഇടങ്ങളിൽ ഇപ്പോഴും കൊണ്ടാടപ്പെടുന്നു. യാതൊരുവിധ രാഷ്ട്രീയ ബോധവുമില്ലാതെ കേവലം പ്രേക്ഷകരെ പ്രീണിപ്പിച്ചു നിർത്താൻ വേണ്ടി മാത്രം ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഒരു ഭരണാധികാരിയെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് സുനിത ദേവദാസിയുടെ ബൗദ്ധിക പാപ്പരത്വത്തെയാണ് തുറന്നു കാണിക്കുന്നത്. ഏതായാലും കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ വിഷയത്തിലുള്ള ഇരട്ടത്താപ്പിനെ കുറിച്ച് ദൈവം അനുവദിച്ചാൽ ഞാൻ വേറൊരു വീഡിയോ ഇടുന്നുണ്ട്, വിശദമായി ആ വീഡിയോയിൽ പറയാം. സുനിത ദേവദാസി ഡോളറിൽ വിപ്ലവം വിരിയിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരിയാണ്. മുതലാളിത്തത്തിന്റെ തണലിൽ ഇരുന്നു കൊണ്ടാണ് സുനിത സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം നടത്തുന്നത്. ലോകത്തെ മുഴുവൻ മുതലാളിത്തവും സാമ്രാജ്യത്വവും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ സുനിത തെരഞ്ഞെടുത്തിരിക്കുന്ന ആയുധം കണ്ടോ? അതേ അമേരിക്കൻ സാമ്രാജ്യത്വം കണ്ടുപിടിച്ച ഇന്റർനെറ്റും അമേരിക്കൻ കമ്പനിയായ ഗൂഗിളിന്റെ യൂട്യൂബും. അമേരിക്കയെ തെറിവിളിക്കാൻ അമേരിക്കൻ പ്ലാറ്റ്ഫോമിൽ വരിക, എന്നിട്ട് അമേരിക്കൻ സാമ്രാജ്യത്വം കൃത്യമായി അക്കൗണ്ടിൽ ഇട്ട് തരുന്ന ആ അമേരിക്കൻ ഡോളർ എണ്ണി വാങ്ങി പുട്ടടിക്കുക. അപാരം തന്നെ സുനിത ഈ വിപ്ലവം. കാണ്ടാമൃഗം തോറ്റുപോകും നിങ്ങളുടെ തൊലിക്കട്ടിക്ക് മുന്നിൽ. മുതലാളിത്ത രാജ്യത്തിന്റെ സൗകര്യങ്ങൾ മുഴുവൻ ഊറ്റിക്കുടിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി സാമ്രാജ്യത്വ വിരുദ്ധത പ്രസംഗിക്കുന്ന ഈ കാപഠ്യമുണ്ടല്ലോ, അതിനെ വിളിക്കേണ്ട പേര് വേറെയാണ്. എൻ്റെ മാന്യതയ്ക്ക് ഞാനത് വിളിക്കുന്നില്ല. സ്വന്തം വ്യക്തിത്വവും നിലപാടുകളും വിറ്റ് കാശാക്കുന്ന ഈ ഡോളർ പ്രേമം ഓർത്ത് എപ്പോഴെങ്കിലും കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നിയിട്ടുണ്ടോ ദേവദാസി? തോന്നാൻ വഴിയില്ല. കാരണം ലജ്ജ എന്നൊന്നും ഉണ്ടായിരുന്നെങ്കിൽ അമേരിക്കൻ യൂട്യൂബിൽ നിന്ന് വരുന്ന വരുമാനം കൊണ്ട് സ്വന്തം വയറ്റിപ്പിഴപ്പ് നടത്തുന്ന നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തമ്പനയിൽ ഉണ്ടാക്കാൻ സാധിക്കില്ലായിരുന്നു. ദേവദാസിയുടെ ഇഷ്ടപുരുഷനായ ആ പോരാളി ഭരിച്ചിരുന്ന ഇറാനിലെ നിയമങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുകൂടി നമുക്കിനിയിപ്പോൾ നോക്കാം. വേഗത്തിലൊന്ന് ഓടിച്ചു നോക്കുകയാണ്. ഇംഗ്ലീഷിലുള്ള ഇറാന്റെ ഭരണഘടനയുടെ PDF കോപ്പി സൗജന്യമായി ഇന്റർനെറ്റിൽ കിട്ടും. അതോടൊപ്പം തന്നെ സിവിൽ കോഡ് ഓഫ് ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന ഇറാൻ സിവിൽ കോഡിന്റെ PDF കോപ്പിയും കിട്ടും. കൂടാതെ IPC ഉണ്ട്. IPC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡ് അല്ല കേട്ടോ, ഇസ്ലാമിക് പീനൽ കോഡാണ്. ഇസ്ലാമിക് പീനൽ കോഡ് ഇതും നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിന്ന് സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിതൊക്കെ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന്. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്കറിയാൻ കഴിയും 1979 ശേഷം ഇറാനിലെ സ്ത്രീകൾ എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത് എന്നുള്ള കാര്യം. സ്ത്രീകളുടെ കാര്യം മാത്രമല്ല, മൊത്തത്തിൽ
അവിടെയുള്ള പൗരന്മാരെന്ന് പറയാനില്ല, അവരെയൊക്കെ പ്രജകളെന്നാണ് പറയേണ്ടത്, പൗരത്വമൊന്നും അല്ല, പ്രജകളാണ് അവർ. ആ രീതിയിലാണ് ആയത്തുള്ളമാർ അവിടെ ആ രാജ്യത്തെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ആ നിയമങ്ങളിൽ ചിലത്, എല്ലാവരും നമുക്ക് നോക്കാൻ സമയമില്ല, അതുകൊണ്ട് ചിലതൊക്കെ നോക്കാം. ദ സിവിൽ കോഡ് ഓഫ് ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർട്ടിക്കിൾ 1041 പറയുന്നത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള വിവാഹം നിരോധിച്ചിരിക്കുന്നു എന്നാണ്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം കഴിക്കാൻ പാടില്ല. അപ്പോൾ അതിലെന്താണ് പ്രശ്നം? പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന നിയമം ഉള്ളത് നല്ല കാര്യമല്ലേ? അങ്ങനെ ഒരു നിയമം ഉള്ളത് നല്ല കാര്യമല്ലേ? ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചോദ്യം വന്നേക്കാം. അപ്പോൾ അതിനുള്ള ഉത്തരം പറയുന്നതിന് മുമ്പ് ആർട്ടിക്കിൾ 1041 താഴെ ഒരു വിശദീകരണക്കുറിപ്പുള്ളത് ഞാൻ വായിക്കാം. കുട്ടിയുടെ താല്പര്യങ്ങൾ പരിഗണിച്ച് രക്ഷിതാവിൻ്റെ അനുമതിയോടെ ഋതുമതിയാകുന്നതിന് മുൻപ് വിവാഹം കഴിക്കുന്നത് അനുവദനീയമാണ് എന്നാണ് ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന നിയമത്തിൽ വെള്ളം ചേർക്കാനുള്ള കാര്യം അതിൻ്റെ തൊട്ട് താഴെ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഇനി പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന നിയമം ഉള്ളത് നല്ല കാര്യമല്ലേ എന്ന ചോദ്യത്തിൻ്റെ മറുപടി തരാം. അതേ സിവിൽ കോഡിൻ്റെ ആർട്ടിക്കിൾ 1210 പ്രായപൂർത്തിയായ ഒരാൾക്ക് നിയമപരമായ അപ്രാപ്തി ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പ്രായപൂർത്തി എപ്പോഴാണെന്നുള്ളത് നിർവചിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കുറിപ്പിൽ പ്രായപൂർത്തിയാകുന്നത് എപ്പോഴാണെന്നുള്ള കാര്യം വിശദീകരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ആൺകുട്ടികൾക്ക് 15 ചാന്ദ്രവർഷം, അതായത് ലൂണാർ ഇയേഴ്സ്, നമ്മളൊക്കെ സൗരവർഷമാണ്. അപ്പോൾ സൗരവർഷമല്ല അവർ പിന്തുടരുന്നത്, കാരണം അറേബ്യയിൽ മുഹമ്മദൊന്നും സൗരവർഷമല്ല, അന്ന് ചാന്ദ്രവർഷം ഉണ്ടായിരുന്നത്. അപ്പോൾ ലൂണാർ ഇയേഴ്സാണ് അവർ പിന്തുടരുന്നത്. അത് തന്നെയാണ് ആയത്തുള്ളമാരുടെ ഇറാനിനകത്തും അവർ കലണ്ടർ ഉപയോഗിക്കുന്നത്. ആൺകുട്ടികൾക്ക് 15 ചാന്ദ്രവർഷവും പെൺകുട്ടികൾക്ക് 9 ചാന്ദ്രവർഷവുമാണ് പ്രായപൂർത്തിയാകുന്ന പ്രായമായി കണക്കാക്കുന്നത്. ഒരു ചാന്ദ്രവർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 354 ദിവസം 8 മണിക്കൂർ 38 മിനിറ്റുകളാണ് ഒരു ചാന്ദ്രവർഷം. അപ്പോൾ 9 ചാന്ദ്രവർഷങ്ങൾ എന്ന് പറഞ്ഞാൽ 8 വർഷവും 8 മാസവും 23 ദിവസവും വരും. അതായത് 9 വയസ്സ് പോകട്ടെ, 8.25 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. 8.25 വയസ്സ് കഴിയണമെങ്കിൽ 8 വയസ്സും 9 മാസവും പ്രായം പറഞ്ഞു. ഇതങ്ങനെയില്ല, 8 വയസ്സ് 8 മാസം 23 ദിവസം. മനസ്സിലായ? അപ്പോൾ ആ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ വിവാഹം നടത്താം, അതിന് മുൻപ് നടത്താൻ പാടില്ല. ആ പ്രായം, അതാണ് പ്രായപൂർത്തിയായ സമയം അവർ പറഞ്ഞിരിക്കുന്ന വയസ്സ്. ഇനി രക്ഷിതാവിൻ്റെ അനുമതിയോടെയും കുട്ടിയുടെ താല്പര്യം പരിഗണിച്ചും അതിനു മുൻപും വിവാഹം നടത്താം. അതും ആ നിയമത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ നിയമസാധുതയുണ്ട്. 1979 ഇറാൻ വിപ്ലവത്തിന് മുൻപ്, അതായത് ഷായുടെ ഭരണകാലത്ത് പെൺകുട്ടികളുടെ വിവാഹപ്രായം എത്രയായിരുന്നു എന്നറിയാമോ? 1975 മുൻപ് വരെ അത് 15 വയസ്സായിരുന്നു. എന്നാൽ 1975 കുടുംബ സംരക്ഷണ നിയമം, ഫാമിലി പ്രൊട്ടക്ഷൻ ലോ അനുസരിച്ച് ഇറാനിൽ പെൺകുട്ടികളുടെ കുറഞ്ഞ വിവാഹപ്രായം 15 നിന്ന് 18 വയസ്സായി ഉയർത്തിയിരുന്നു. അതുപോലെ ആൺകുട്ടികളുടേത് 20 വയസ്സുമായിരുന്നു. എന്നാൽ 79 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഈ നിയമം റദ്ദാക്കുകയും വിവാഹപ്രായം 9 ചാന്ദ്രവർഷങ്ങളായി കുറയ്ക്കുകയും ചെയ്തു. ഇത് ശൈശവവിവാഹത്തിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ. 8 വയസ്സും 8 മാസവും പ്രായമുള്ള ഒരു പെൺകുട്ടിയെ മുതിർന്ന സ്ത്രീയായി കണക്കാക്കുകയും നിയമപരമായ എല്ലാ ക്രിമിനൽ ബാധ്യതകളും അവളുടെ മേൽ ചുമത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ ഓർക്കണം. അതായത് ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി എന്തെങ്കിലും വികൃതി കാണിക്കുകയോ കുസൃതി ഒപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ പോലും അവളുടെ മേൽ ചുമത്തപ്പെടുന്നത് ക്രിമിനൽ കുറ്റമാണ്. എന്നാൽ ആൺകുട്ടികളുടെ പ്രായപൂർത്തി 15 ചാന്ദ്രവർഷമാണ്. അതായത് നമ്മുടെ കണക്കിൽ 14 വർഷവും 6 മാസവും 18 ദിവസവും ആയാലാണ് ഒരു ആൺകുട്ടിക്ക് പ്രായപൂർത്തിയായതായി ഇറാനിൽ പരിഗണിക്കുക. അപ്പോൾ അതിനു മുമ്പ് ഈ പയ്യൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതൊന്നും മുതിർന്നവരുടെ മേലുള്ള കുറ്റം പോലെ, അങ്ങനെയുള്ള കുറ്റമായിട്ട് ഇതിനെ പരിഗണിക്കില്ല. പെൺകുട്ടികളുടെ ബാല്യം കവർന്നെടുക്കുന്നതും അവരെ ശാരീരികമായി ചൂഷണം ചെയ്യാൻ അവസരമൊരുക്കുന്നതുമായ ഇത്തരം നിയമം കൊണ്ടുവന്ന ആൾക്കാരെയാണ് ഫെമിനിസ്റ്റ് എന്നും പറഞ്ഞ് നടക്കുന്ന ഈ കനേഡിയൻ ദേവദാസി എനിക്കിഷ്ടമുള്ള തല കുനിക്കാത്ത പോരാളി എന്നും പറഞ്ഞ് വാഴ്ത്തുന്നത്. അല്പമെങ്കിലും ഉളുപ്പുണ്ടോ സ്ത്രീയെ നിങ്ങൾക്ക്? ഫെമിനിസ്റ്റ് എന്നും പറഞ്ഞ് നടക്കുന്ന ആളല്ലേ നിങ്ങൾ? സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്നല്ല, നിങ്ങളുടെ 10 തലമുറ പുറകിലുള്ളവർക്കെങ്കിലും ഉളുപ്പെന്ന് പറഞ്ഞ സംഗതി 7 അയലത്തുകൂടി പോയിട്ടുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. അങ്ങനെയാണ് ചോദിക്കേണ്ടത്.
നമുക്ക് അടുത്ത ഇത് നോക്കാം. ദ സിവിൽ കോഡ് ഓഫ് ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർട്ടിക്കിൾ 1105 പ്രകാരം കുടുംബത്തിന്റെ പരമാധികാരി എന്ന പദവി പുരുഷന് മാത്രമുള്ളതാണ്. കുടുംബത്തിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കാനും ഭാര്യയുടെ മേൽ പൂർണ്ണ അധികാരം സ്ഥാപിക്കാനും ഇത് പുരുഷന് നിയമപരമായിട്ടുള്ള അവകാശം നൽകുന്നുണ്ട്. ആർട്ടിക്കിൾ 1108 പ്രകാരം മതിയായ കാരണമില്ലാതെ ഒരു ഭാര്യ തന്റെ കടമകൾ നിർവഹിക്കാൻ തയ്യാറാകാതിരുന്നാൽ അവൾക്ക് ഭക്ഷണവും താമസവും ഉൾപ്പെടെയുള്ള ജീവനാംശത്തിന് അർഹതയുണ്ടായിരിക്കില്ല. ഈ 2 ആർട്ടിക്കിളുകളും ചേർത്ത് വായിക്കുമ്പോൾ ആയത്തുള്ളമാരുടെ ഇറാനിലെ ഒരു കുടുംബത്തിനുള്ളിൽ പുരുഷന് ലഭിക്കുന്ന അനിയന്ത്രിതമായ അധികാരവും സ്ത്രീയുടെ അങ്ങേയറ്റത്തെ നിസ്സഹായാവസ്ഥയും നിയമപരമായി എങ്ങനെ ഉറപ്പുവരുത്തുന്നു എന്നത് വ്യക്തമാകുന്നുണ്ട്. ആർട്ടിക്കിൾ 1105 പുരുഷനെ കുടുംബത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത പരമാധികാരിയായി അവരോധിക്കുമ്പോൾ ആർട്ടിക്കിൾ 1108 ആ അധികാരം പ്രയോഗിക്കാനുള്ള സാമ്പത്തികമായ ആയുധമായിട്ട് മാറുന്നു. അതായത് ഭർത്താവിൻ്റെ എല്ലാ ആജ്ഞകളും അനുസരിക്കാൻ ഒരു ഭാര്യ ബാധ്യസ്ഥയാണ്. അല്ലാത്ത പക്ഷം അവൾക്ക് ലഭിക്കേണ്ട ഭക്ഷണവും പാർപ്പിടവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കാൻ ഈ നിയമം ഭർത്താവിനെ അനുവദിക്കുന്നുണ്ട്. മനസ്സിലായോ? വിവാഹം എന്ന ഉടമ്പടിയെ പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ഒന്നായി കാണുന്നതിന് പകരം യജമാനനും അടിമയും തമ്മിലുള്ള കരാറായി ഈ നിയമങ്ങൾ തരം താഴ്ത്തുകയാണ്. സ്ത്രീകളെ കേവലം പുരുഷന്റെ നിയന്ത്രണത്തിലുള്ള ഒരു വസ്തുവായി മാത്രം കാണുന്ന ഇത്തരം പ്രാകൃത നിയമങ്ങൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭരണകൂടത്തെ വിപ്ലവകാരികളെന്നും സാമ്രാജ്യത്വ വിരുദ്ധരെന്നും വിളിച്ച് സുനിതാ ദേവദാസി വെള്ളപൂശുന്നത് എത്രത്തോളം വലിയ രാഷ്ട്രീയ പാപ്പരത്വമാണെന്ന് ഈ വകുപ്പുകൾ അടിവരയിട്ട് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബോധം ഈ നാട്ടിലെ കമ്മികൾക്കും അന്തംകമ്മികൾക്കും ഇല്ലാത്തത് കൊണ്ടാണ് ഈ സുനിതയൊക്കെ ഇപ്പോഴും അവർ തലയിലേറ്റി കൊണ്ട് നടക്കുന്നത്. ദ സിവിൽ കോഡ് ഓഫ് ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർട്ടിക്കിൾ 1043 അതിൽ വിവാഹത്തിന് പുരുഷന്റെ അനുമതി നിർബന്ധമാണെന്ന് നിയമം വ്യക്തമാക്കുന്നുണ്ട്. പ്രായപൂർത്തിയായ വിദ്യാഭ്യാസമോ ജോലിയോ ഉള്ള ഒരു സ്ത്രീ അവൾ കന്യകയാണെങ്കിൽ ആ കന്യകയായ സ്ത്രീക്ക് വിവാഹം കഴിക്കാൻ സ്വന്തം പിതാവിൻ്റെയോ അല്ലെങ്കിൽ പിതാമഹന്റെയോ അനുമതി നിർബന്ധമാണ്. ഈ വകുപ്പ് അതായത് ആർട്ടിക്കിൾ 1043 പ്രായപൂർത്തിയായ ഒരു സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും സ്വയം നിർണയ അവകാശത്തെയും നിയമപരമായി തന്നെ പൂർണ്ണമായും നിഷേധിക്കുന്ന ഒന്നാണ്. ഇറാനിലെ ഒരു സ്ത്രീ എത്രത്തോളം ഉയർന്ന വിദ്യാഭ്യാസം നേടിയവളോ ഉന്നത ഉദ്യോഗസ്ഥയോ സാമ്പത്തികമായി സ്വതന്ത്രയോ എന്തോ ആയിക്കോട്ടെ, എന്തായിരുന്നാലും ശരി, വിവാഹം എന്ന തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുക്കാൻ ആ വ്യക്തിക്ക് സ്വന്തമായി അവകാശമില്ലെന്ന് ഈ നിയമം അടിവരയിടുന്നു. ഇത് സ്ത്രീയെ അറിവോ വിവേചന ബുദ്ധിയോ ഇല്ലാത്ത ഒരു രണ്ടാംകിട പൗരയായിട്ട് അല്ലെങ്കിൽ പിതാവിൻ്റെയോ പിതാമഹന്റെയോ അധീനതയിലുള്ള ഒരു വസ്തുവായി മാത്രം കാണുന്ന മനോഭാവമാണ്. പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് തൻ്റെ പങ്കാളിയെ തെരഞ്ഞെടുക്കാൻ പോലും അനുവാദം നൽകാത്ത ഇത്തരം വ്യവസ്ഥിതികൾ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ മൂല്യങ്ങൾക്കും വിരുദ്ധമാണ്. ആധുനിക സമൂഹത്തിൽ ലിംഗസമത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും സ്ത്രീകളെ എന്നും പുരുഷന്റെ തണലിലും നിയന്ത്രണത്തിലും മാത്രം ജീവിക്കേണ്ടവരായി തളച്ചിടുന്ന ഇത്തരം നിയമങ്ങൾ നിലനിൽക്കുന്നത് പരിഷ്കൃത ലോകത്തിന് തന്നെ അപമാനമാണ്. ഇനി അടുത്തത് ദ സിവിൽ കോഡ് ഓഫ് ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർട്ടിക്കിൾ 1114 ഭർത്താവ് നിശ്ചയിക്കുന്ന വീട്ടിൽ തന്നെ ഭാര്യ താമസിക്കണം. ഭർത്താവിൻ്റെ അനുമതിയില്ലാതെ ഭാര്യയ്ക്ക് മാറി താമസിക്കാൻ അവകാശമില്ല. ഈ ആർട്ടിക്കിൾ 1114 ഒരു സ്ത്രീയുടെ മൗലികമായ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും സ്വന്തം ജീവിതം തീരുമാനിക്കാനുള്ള അവകാശത്തെയും നിയമപരമായി തന്നെ റദ്ദാക്കുന്ന ഒന്നാണ്. വിവാഹം എന്ന ബന്ധത്തെ തുല്യ പങ്കാളികൾ തമ്മിലുള്ള സഹവർത്തിത്വമായിട്ടല്ല, മറിച്ച് സ്ത്രീയെ പുരുഷന്റെ അധീനതയിലുള്ള ഒരു ചരക്കായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ആയിട്ട് കാണുന്ന മനോഭാവമാണ് ഈ വകുപ്പിൽ പ്രതിഫലിക്കുന്നത്. വിവാഹിതയായ ഒരു ഇറാനിയൻ സ്ത്രീ മരണം വരെ വീട്ടുതടങ്കലിലാണ് കഴിയുന്നതെന്ന് ചുരുക്കം. പാശ്ചാത്യ രാജ്യങ്ങളിലെ ജനാധിപത്യപരമായ സകല സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇത്തരം സ്ത്രീവിരുദ്ധവും അസമത്വപൂർണവുമായ നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ തലവനെയാണ് കനേഡിയൻ ദേവദാസി സാമ്രാജ്യത്വ വിരുദ്ധ പോരാളി എന്ന നിലയിൽ അവതരിപ്പിക്കുന്നത്. കാപഠ്യം എന്നതിൻ്റെ മറുപേരാണ് ഈ സുനിതാ ദേവദാസി. അടുത്തത് നോക്കാം നമുക്ക്.
ദ സിവിൽ കോഡ് ഓഫ് ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർട്ടിക്കിൾ 1117 അത് തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന വകുപ്പാണ്. അതായത് ഭർത്താവിൻ്റെയോ കുടുംബത്തിൻ്റെയോ അന്തസ്സിന് നിരക്കുന്നതല്ല എന്ന് ഭർത്താവിന് തോന്നുന്ന ഏത് തൊഴിലും ചെയ്യുന്നതിൽ നിന്ന് ഭാര്യയെ തടയാൻ ഈ ഭർത്താവിന് അവകാശമുണ്ട്. ഈ വകുപ്പ് സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയെയും തൊഴിൽപരമായ വളർച്ചയെയും തകർക്കുന്ന ഏറ്റവും വിനാശകരമായ നിയമങ്ങളിലൊന്നാണ്. കുടുംബത്തിൻ്റെ അന്തസ്സ് എന്ന തികച്ചും വ്യക്തിപരമായ ഒരു അളവുകോലിനെ ആയുധമാക്കി തൻ്റെ ഭാര്യയുടെ സ്വപ്നങ്ങളെയും കരിയറിനെയും റദ്ദാക്കാൻ ഈ നിയമം ഇറാനിയൻ പുരുഷന് പരിധിയില്ലാത്ത അധികാരം നൽകുന്നു. ഇത് സ്ത്രീയെ ബൗദ്ധികമായോ സാമ്പത്തികമായോ വളരാൻ അനുവദിക്കാതെ പുരുഷനെ ആശ്രയിച്ച് മാത്രം കഴിയേണ്ട ഒരു രണ്ടാംകിട പൗരയായി തളച്ചിടുന്നു. സ്വന്തം കഴിവിനും അഭിരുചിക്കും അനുസരിച്ചുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള മൗലിക അവകാശത്തെ നിഷേധിക്കുന്നതിലൂടെ ഒരു സ്ത്രീയുടെ വ്യക്തിത്വത്തെയും അന്തസ്സിനെയും ഈ നിയമം ചവിട്ടിമെതിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം സ്ത്രീവിരുദ്ധമായ നിയമവ്യവസ്ഥകൾക്ക് നേതൃത്വം നൽകുന്ന ഭരണത്തലവനെ പോരാളി എന്ന് വിളിച്ച് പുകഴ്ത്തുന്നത് സ്വന്തം മനസാക്ഷിയോടുള്ള വഞ്ചനയാണ്. സുനിത ദേവദാസി ഇറാനിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഇങ്ങനെ ഒരാൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പോലും ലോകത്തൊരു കുഞ്ഞും അറിയുമായിരുന്നില്ല. കാരണം ഈ ദേവദാസിക്ക് സംസാരിക്കാൻ അവിടെ ഇറാനിൽ വോയിസ് ഉണ്ടാകുമായിരുന്നില്ല. മനസ്സിലായ? നിങ്ങൾ ജനാധിപത്യ രാജ്യത്തായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ സാധിക്കുന്നത്. ഇറാനിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സാധിക്കില്ലായിരുന്നു. അടുത്തത് നമുക്ക് നോക്കാം. ദ സിവിൽ കോഡ് ഓഫ് ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർട്ടിക്കിൾ 1169 അത് കുട്ടികളുടെ സംരക്ഷണം അതിനെക്കുറിച്ചുള്ളതാണ്. ആൺകുട്ടിയാണെങ്കിൽ 2 വയസ്സുവരെയും പെൺകുട്ടിയാണെങ്കിൽ 7 വയസ്സുവരെയും മാത്രമേ അമ്മയ്ക്ക് അവകാശമുള്ളൂ കുട്ടിയുടെ മേലെ. അതിനുശേഷം അത് നിർബന്ധമായും പിതാവിലേക്ക് മാറും. ആർട്ടിക്കിൾ 1170 കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ള സമയത്ത് അമ്മയ്ക്ക് മാനസിക ബുദ്ധിമുട്ട് സംഭവിക്കുകയോ അല്ലെങ്കിൽ അമ്മ മറ്റൊരു വിവാഹം കഴിക്കുകയോ ചെയ്താൽ കുട്ടികളുടെ മേലുള്ള അവകാശം നഷ്ടപ്പെടുകയും അത് പിതാവിലേക്ക് മാറുകയും ചെയ്യും. മാതൃത്വം എന്ന സ്വാഭാവിക ബന്ധത്തെ പോലും കടുത്ത ലിംഗവിവേചനത്തിന് വിധേയമാക്കുന്ന പരിതാപകരമായ നിയമങ്ങളാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം അടിച്ചേൽപ്പിച്ചിരുന്നത്. കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചും അമ്മയുടെ പുനർവിവാഹ സാധ്യതകൾക്കനുസരിച്ചും അവരുടെ സംരക്ഷണാവകാശം റദ്ദാക്കുന്നത് ഈ സ്ത്രീകളെ വൈകാരികമായി തകർക്കുന്നതിനും പുരുഷാധിപത്യം അടിച്ചേൽപ്പിക്കുന്നതിനുമുള്ള ആയുധമാണ്. സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും സ്വതന്ത്രമായി വളർത്താൻ അമ്മമാർക്ക് അനുവാദം നൽകാത്ത ഈ പ്രാകൃത വ്യവസ്ഥിതിയെ വെള്ളപൂശുന്നവർ ആധുനിക മൂല്യങ്ങളെയും മനുഷ്യാവകാശങ്ങളെയുമാണ് പരിഹസിക്കുന്നത്. ഈ ആർട്ടിക്കിൾ വിവാഹബന്ധ ബന്ധത്തിൽ പുരുഷന് നൽകുന്ന അമിതാധികാരത്തെയും സ്ത്രീയുടെ നിസ്സഹായാവസ്ഥയെയും നിയമപരമായി തന്നെ ഉറപ്പിക്കുന്ന ഒന്നാണ്. കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ഒരമ്മയുടെ സ്വാഭാവികമായ അവകാശത്തെ പ്രായത്തിൻ്റെ പേരിൽ റദ്ദാക്കി അവരെ പിതാവിൻ്റെയോ പിതാമഹൻ്റെയോ പക്കലേക്ക് നിർബന്ധപൂർവം മാറ്റുന്ന വ്യവസ്ഥിതി വൈകാരികതയേക്കാൾ പുരുഷാധിപത്യത്തിനാണ് മൂല്യം നൽകുന്നത്. അമ്മമാരുടെ അവകാശങ്ങളെ ചവിട്ടിമെതിക്കുന്ന ഇത്തരം കിരാത നിയമങ്ങളെ വിപ്ലവകരമെന്ന് വിശേഷിപ്പിക്കുന്നത് മനുഷ്യത്വത്തോടുള്ള പരിഹാസമാണ്. സ്ത്രീകളെ കേവലം പ്രസവിക്കാനും മുലയൂട്ടാനുമുള്ള ഒരു ഉപകരണം മാത്രമായിട്ടാണ് ഇറാനിയൻ നിയമം കാണുന്നത്. ആ നിയമനിർമ്മാണം നടത്തിയ ടീമിലുണ്ടായിരുന്ന ആളെയാണ് ഫെമിനിസ്റ്റ് എന്നും പറഞ്ഞ് നടക്കുന്ന കനേഡിയൻ ദേവദാസി തൻ്റെ ഹീറോ ആയിട്ട് കാണുന്നത്. എന്തൊരു അധപ്പതനമാണെന്ന് ആലോചിച്ച് നോക്കി. അടുത്തത് നോക്കാം. ദ സിവിൽ കോഡ് ഓഫ് ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർട്ടിക്കിൾ 1123 ഭാര്യയ്ക്ക് അന്ധതയോ കുഷ്ഠരോഗമോ മറ്റ് ശാരീരിക വൈകല്യങ്ങളോ ഉണ്ടെങ്കിൽ ഭർത്താവിന് വിവാഹം റദ്ദ് ചെയ്യാം. ഏകപക്ഷീയമായിട്ട് വിവാഹം റദ്ദാക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇറാനിലെ പുരുഷന് ഇത്തരം അല്ലെങ്കിൽ ഭർത്താവിന് ഇത്തരം വൈകല്യങ്ങൾ വന്നാൽ ഭാര്യയ്ക്ക് ഇതേ അവകാശം ഇല്ലാട്ടാ. അതും കൂടി ഉണ്ട് ഇതിനകത്ത്. വിവാഹത്തെ കേവലം ഒരു വാണിജ്യ ഉടമ്പടിയായി തരം താഴ്ത്തുകയും സ്ത്രീയുടെ അന്തസ്സിനെ ചവിട്ടിമെതിക്കുകയും ചെയ്യുന്ന അങ്ങേയറ്റം വിവേചനപരമായ ഒരു നിയമമാണിത്. ഭാര്യയുടെ ശാരീരിക വൈകല്യങ്ങളെ വിവാഹം റദ്ദാക്കാനുള്ള ആയുധമായി പുരുഷന് നിയമം നൽകിയപ്പോൾ അതേ സാഹചര്യത്തിൽ സ്ത്രീക്ക് ആ അവകാശം നിഷേധിക്കുന്നത് നീതിയുടെ സകല മാനദണ്ഡങ്ങൾക്കും വിരുദ്ധമാണ്. സ്ത്രീയെ മാന്യത അർഹിക്കുന്ന ഒരു വ്യക്തിയായോ തുല്യ പങ്കാളിയായോ കാണുന്നതിന് പകരം വൈകല്യമുണ്ടായാൽ എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിക്കാവുന്ന ഒരു വിൽപ്പനച്ചരക്കായി മാത്രം കാണുന്ന ഈ പ്രാകൃത നിയമം
പുരുഷാധിപത്യത്തിൻ്റെ അങ്ങേയറ്റത്തെ രൂപമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ നമ്മൾ ഒരു കാശ് കൊടുത്തൊരു സാധനം വാങ്ങി കേട് വന്നു കഴിഞ്ഞാൽ അത് കളയുന്നു. യൂസ് ആൻഡ് ത്രോ എന്നുള്ള ഇതാണല്ലോ. സെയിം സംഗതി തന്നെയാണ് ഇറാനിൽ ഈ സ്ത്രീകളോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഭാര്യമാരോടുള്ള ബന്ധത്തിൽ ഭർത്താവിന് നിയമം അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. യൂസ് ആൻഡ് ത്രോ, കേട് വന്നു കഴിഞ്ഞാൽ കളയാം. അപ്പം ഇങ്ങനെയുള്ള കിരാത നിയമങ്ങൾ എഴുതി ഉണ്ടാക്കിയ ഒരു വ്യക്തിയെ പോരാളി എന്ന് വിശേഷിപ്പിക്കുന്നത് ആധുനിക ബോധത്തിന് നിരക്കാത്തതാണെന്ന കാര്യം കനേഡിയൻ ദേവദാസിക്ക് അറിയാത്തതൊന്നുമല്ല. പക്ഷേ യൂട്യൂബ് വരുമാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അറിയാത്തതുപോലെ അഭിനയിക്കുകയാണ്. ദ സിവിൽ കോഡ് ഓഫ് ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർട്ടിക്കിൾ 1146 ഭാര്യയ്ക്ക് ഭർത്താവുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ തൻ്റെ പക്കലുള്ള എന്തെങ്കിലും സ്വത്ത് ഭർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് ഭാര്യ നേടുന്ന വിവാഹമോചനമാണ് ഗുൽ. ഇതിനായി നൽകുന്ന സ്വത്ത് ഒന്നുകിൽ വിവാഹ സമയത്ത് ലഭിച്ച മഹറോ അല്ലെങ്കിൽ അതിന് തുല്യമായ തുകയോ ആയിരിക്കും. ഇത് മഹറിനേക്കാൾ കൂടിയതോ കുറഞ്ഞതോ ആകാം. വിവാഹമോചനം എന്ന മൗലികമായ അവകാശത്തെ സ്ത്രീയുടെ കാര്യത്തിൽ ഒരു സാമ്പത്തിക ഇടപാടായി മാറ്റി തീർക്കുന്നതാണ് ആർട്ടിക്കിൾ 1146. ഭർത്താവിന് ഏകപക്ഷീയമായി വിവാഹമോചനം ചെയ്യാൻ നിയമപരമായ അവകാശമുള്ളപ്പോൾ ഒരു സ്ത്രീക്ക് വിവാഹമോചനം വേണമെങ്കിൽ തൻ്റെ സാമ്പത്തിക സുരക്ഷയായ മഹറോ മറ്റു സ്വത്തുക്കളോ ഭർത്താവിന് നൽകി ആ സ്വാതന്ത്ര്യം വിലയ്ക്ക് വാങ്ങണമെന്ന് ഈ നിയമം നിഷ്കർഷിക്കുകയാണ്. സ്ത്രീയുടെ മോചനത്തിനൊരു വില നിശ്ചയിക്കുന്ന ഈ വ്യവസ്ഥിതി അവളെ ഒരു സ്വതന്ത്ര വ്യക്തിയായി കാണുന്നതിന് പകരം പുരുഷന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വിധേയപ്പെട്ട ഒരാളായി മാത്രം കാണുന്ന പുരാതനമായ അടിമത്ത മനോഭാവമാണ് വെളിപ്പെടുത്തുന്നത്. ഈ കനേഡിയൻ ദേവദാസി ഇപ്പോൾ വ്യൂവേഴ്സിൻ്റെ അടിമയായിട്ടാണല്ലോ ജീവിക്കുന്നത്. വ്യൂവേഴ്സിൻ്റെ താളത്തിന് തുള്ളുന്ന അവരുടെ അടിമയായിട്ട് ജീവിക്കുന്നത് കൊണ്ട് ഈ വ്യവസ്ഥിതിയിൽ യാതൊരു പ്രശ്നവും അവർക്ക് തോന്നുകയില്ല. അതുകൊണ്ടാണ് ഈ വ്യവസ്ഥിതിക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആളെ പോരാളിയായിട്ടും ഹീറോ ആയിട്ടൊക്കെ കാണാൻ അവർക്ക് സാധിക്കുന്നത്. അതേസമയം പുരുഷൻ ഇത്തരത്തിൽ യാതൊരു നിബന്ധനയും ഇല്ലാതെ വിവാഹമോചനം നടത്താൻ ആർട്ടിക്കിൾ 1133 അധികാരം നൽകുന്നുണ്ടെന്നുള്ളതും മറക്കരുത്. ആർട്ടിക്കിൾ 1133 ഇങ്ങനെയാണ്: ഒരു പുരുഷന് യാതൊരു കാരണവും കാണിക്കാതെ എപ്പോൾ വേണമെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം ഭാര്യയെ വിവാഹമോചനം ചെയ്യാം. പുരുഷന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ബോധിപ്പിക്കാതെ തന്നെ ഏകപക്ഷീയമായി ഭാര്യയെ മൊഴിചൊല്ലാമെങ്കിലും ഒരു സ്ത്രീക്ക് വിവാഹമോചനം നേടണമെങ്കിൽ ഒന്നുകിൽ ഭർത്താവ് മയക്കുമരുന്നിന് അടിമയാണെന്നോ അല്ലെങ്കിൽ തന്നെ ദേഹോപദ്രവം ചെയ്യുന്ന ആളാണെന്നോ ഒക്കെ കോടതിയിൽ തെളിയിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കിയോ? യാതൊരു കാരണവും ബോധിപ്പിക്കാതെ ഏകപക്ഷീയമായി വിവാഹമോചനം നേടാൻ പുരുഷന് അവകാശമുള്ളപ്പോൾ സ്ത്രീക്ക് അതേ അവകാശത്തിനായി കോടതികളിൽ നരകിക്കേണ്ടി വരുന്നു, കൂടാതെ സ്വത്ത് വിട്ടുകൊടുക്കേണ്ടി വരുന്നു. ഇതൊക്കെ കടുത്ത ലിംഗവിവേചനമാണ്. കടുത്ത ലിംഗവിവേചനം അത് മനസ്സിലാക്കാനുള്ള ബോധം ഈ കനേഡിയൻ ദേവദാസിക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ടും ഈ വ്യൂവേഴ്സിനെ ഓർത്ത് മിണ്ടാതിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ദ സിവിൽ കോഡ് ഓഫ് ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർട്ടിക്കിൾ 1059 അത് മതം മാറിയുള്ള വിവാഹത്തെക്കുറിച്ചാണ്. അതായത് ഒരു മുസ്ലിം സ്ത്രീക്ക് അമുസ്ലിമായ പുരുഷനെ വിവാഹം കഴിക്കാൻ യാതൊരു അവകാശവും ഈ നിയമം കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു സ്ത്രീ, അതിപ്പോൾ ഇറാനിലെ ഒരു മുസ്ലിം സ്ത്രീ ആയിപ്പോയി, ശരി, അവരവിടെ ജനിച്ചു വീണത് അവരുടെ തെറ്റൊന്നുമല്ല, എന്നാലും അവിടെ ജനിച്ചു. അതോടെ അവർക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവരുടെ മനസ്സിന് അവരുടെ താല്പര്യങ്ങൾക്ക് അഭിരുചികൾക്കെല്ലാം യോജിച്ചതായിട്ട് കാണുന്നൊരു പുരുഷനെ അവരിഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാൻ നോക്കുമ്പോൾ അവൻ മുസ്ലിം അല്ലെങ്കിൽ വിവാഹം നടക്കുകയില്ല. മനസ്സിലായോ? അമുസ്ലിമായൊരു പുരുഷനെ വിവാഹം കഴിക്കാനുള്ള ആ അവകാശത്തെ നിഷേധിക്കുന്നത് മൗലികമായ വിശ്വാസ സ്വാതന്ത്ര്യത്തിൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും ലംഘനമാണ്. ഈ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ പോലും മതം അടിസ്ഥാനമാക്കിയുള്ള ഈ വിലക്ക് സ്ത്രീകളെ സ്വന്തമായി തീരുമാനമെടുക്കാൻ ശേഷിയില്ലാത്തവരായി കാണുന്ന ചിന്താഗതിയുടെ ഫലമാണ്. എന്നാൽ പുരുഷന്മാർക്ക് ഇങ്ങനെ ഒരു തടസ്സമില്ല. പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് ക്രിസ്ത്യൻ സ്ത്രീകളെയോ അല്ലെങ്കിൽ യഹൂദ സ്ത്രീകളെയൊക്കെ വിവാഹം ചെയ്യാം. പുരുഷന് ലഭിക്കുന്ന ഇത്തരം സ്വാതന്ത്ര്യങ്ങൾ സ്ത്രീക്ക് നിഷേധിക്കുന്നത് മതത്തിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന വ്യക്തമായ ലിംഗവിവേചനമാണ്. നമ്മുടെ കണ്ണിലാണ് കേട്ടോ ഇതൊക്കെ ലിംഗവിവേചനം. 7-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരുടെ താളത്തിന് തുള്ളുന്ന കനേഡിയൻ ദേവദാസിക്ക് പക്ഷേ ഇതൊക്കെ പുരോഗമനമാണ്. ലിംഗവിവേചനമായിട്ടല്ല, ഇതൊക്കെ അഭിമാനിക്കാവുന്ന പുരോഗമനാത്മകമായ കാര്യങ്ങളായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അത്തരം നിയമ സംവിധാനത്തെ നയിച്ചിരുന്ന ആ കിളവനെ പോരാളി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 1060 വിദേശീയ വിവാഹം കഴിക്കാൻ സർക്കാരിൻ്റെ അനുമതി. അതാണ് ആർട്ടിക്കിൾ 1060 പറയുന്നത്. അതായത് ഒരു ഇറാനിയൻ സ്ത്രീ
വിദേശിയെ വിവാഹം കഴിക്കണമെങ്കിൽ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി വാങ്ങണം. എന്നാൽ ഒരു ഇറാനിയൻ പുരുഷന് വിദേശ വനിതയെ വിവാഹം കഴിക്കാൻ ഇത്തരം കടമ്പകളൊന്നുമില്ല. സർക്കാരിൻ്റെ ഒരു അനുവാദവും വേണ്ട, ഒരു വിവാഹം കഴിക്കാം. അപ്പോൾ വിദേശിയെ വിവാഹം കഴിക്കാൻ സർക്കാരിൻ്റെ അനുമതി വേണമെന്ന ഈ നിബന്ധനയുണ്ടല്ലോ, അത് സ്ത്രീയുടെ പൗരത്വ അവകാശങ്ങളെയും സ്വയം നിർണയാധികാരത്തെയും പൂർണ്ണമായും ചോദ്യം ചെയ്യുന്നതാണ്. പുരുഷന് നൽകുന്ന ആനുകൂല്യങ്ങൾ സ്ത്രീക്ക് നിഷേധിക്കുന്നതിലൂടെ അവളെ ഭരണകൂടത്തിൻ്റെയോ പുരുഷാധിപത്യ വ്യവസ്ഥയുടെയോ ഒരു കീഴ്ഘടകമായി മാത്രം കാണുന്ന മനോഭാവമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ ഏറ്റവും സ്വകാര്യമായ തീരുമാനങ്ങളിൽ പോലും ഭരണകൂടം ഇടപെടുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ്. മനസ്സിലായോ? കാരണം ഇതൊക്കെ ആരെ വിവാഹം കഴിക്കണം എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അതിൽ സ്റ്റേറ്റ് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 7-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന തൻ്റെ വ്യൂവേഴ്സ് തനിക്കെതിരെ തിരിയും, പിന്നെ അവരുടെ തെറിവിളി കേൾക്കേണ്ടി വരുമെന്ന നല്ല ബോധ്യം ദേവദാസിക്കുണ്ട്. അതുകൊണ്ട് ദേവദാസി വ്യൂവേഴ്സിനെ സുഖിപ്പിക്കാൻ വേണ്ടി ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾക്ക് കൈയടിക്കുകയാണ്. അങ്ങനെയുള്ള ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവരെ പുകഴ്ത്തിക്കൊണ്ട് വാഴ്ത്തുപാട്ട് പാടിക്കൊണ്ട് നടക്കുകയാണ്. അടുത്ത ആർട്ടിക്കിൾ 907, അത് അനന്തരാവകാശത്തിലെ വിവേചനമാണ്. അതായത് മാതാപിതാക്കളുടെ സ്വത്ത് മക്കൾക്ക് വീതിക്കുമ്പോൾ ആൺമക്കൾക്ക് ലഭിക്കുന്നതിൻ്റെ നേർപകുതി മാത്രമേ പെൺമക്കൾക്ക് ലഭിക്കുകയുള്ളൂ. ആർട്ടിക്കിൾ 907 എന്നത് സ്ത്രീകളെ സാമ്പത്തികമായി എന്നേക്കുമായി പുരുഷന്റെ ആശ്രിതരായി തളച്ചിടുന്ന വിവേചനപരമായ നിയമമാണ്. ജനനം മുതൽ മരണം വരെ സ്ത്രീക്ക് സാമ്പത്തികമായി പുരുഷനേക്കാൾ പകുതി മൂല്യം മാത്രമേ ഉള്ളൂ എന്ന് ഈ നിയമം അടിവരയിടുകയും ഭരണഘടനാപരമായി തന്നെ അതിനെ ഉറപ്പിക്കുകയും ചെയ്യുകയാണ്. ലിംഗസമത്വമെന്ന ആധുനിക സങ്കല്പത്തെ പൂർണ്ണമായി റദ്ദാക്കുന്ന ഈ വകുപ്പ് സ്ത്രീകളെ അടിച്ചമർത്തുന്ന പുരുഷാധിപത്യ വ്യവസ്ഥിതിയെ നിയമപരമായി സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായ ആയുധമാണ്. അനന്തരാവകാശത്തിൽ പെൺമക്കൾക്ക് ആൺമക്കളുടെ പകുതി ഓഹരി മാത്രം നൽകുന്നത് സ്ത്രീകളെ സാമ്പത്തികമായി എന്നും പുരുഷന്റെ ആശ്രിതരായി തളച്ചിടാനുള്ള തന്ത്രമാണ്. തുല്യമായ അവകാശങ്ങളും അവസരങ്ങളും നിഷേധിക്കുന്നതിലൂടെ ലിംഗസമത്വമെന്ന ആധുനിക സങ്കല്പത്തെ ഈ വകുപ്പ് പൂർണ്ണമായും റദ്ദാക്കുകയാണ്. ഇതൊക്കെ പരിഷ്കൃത മനുഷ്യരുടെ കണ്ണിലൂടെ കാണുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഈ സുനിതാ ദേവദാസ് ജീവിക്കുന്നത് 7-ാം നൂറ്റാണ്ടിലെ അടിമകളുടെ താളത്തിനനുസരിച്ചായതിനാൽ ഇതൊന്നും അവർക്കൊരു വിഷയമേ അല്ല. മനസ്സിലായ? അവരെ സംബന്ധിച്ച് ഇതൊന്നൊരു വിഷയമേ അല്ല അവർക്ക്. അതുകൊണ്ടാണ് ഈ കാടൻ നിയമങ്ങൾ വെച്ച് ഇറാനിലെ സ്ത്രീകളുടെ ജീവിതം നരകതുല്യമാക്കിയിരുന്ന ഒരുത്തനെ പോരാളിയാണ്, തലകുനിക്കാത്ത പോരാളി, എനിക്കിഷ്ടമുള്ള പോരാളി എന്നൊക്കെ പറയാൻ ദേവദാസിക്ക് സാധിക്കുന്നത്. ദ സിവിൽ കോഡ് ഓഫ് ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനിൽ നിന്നുള്ള ചില നിയമങ്ങളാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. ഇനി നമുക്ക് ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനിലെ ഇസ്ലാമിക് പീനൽ കോഡിൽ നിന്നുള്ള ചില കാര്യങ്ങൾ കൂടി നോക്കാം. ഇസ്ലാമിക് പീനൽ കോഡ് ആർട്ടിക്കിൾ 199, എല്ലാ കുറ്റകൃത്യങ്ങളും തെളിയിക്കപ്പെടുന്നതിന് 2 പുരുഷ സാക്ഷികളുടെ സാക്ഷ്യപ്പെടുത്തൽ ആവശ്യമാണ്. എന്നാൽ വ്യഭിചാരം, പുരുഷന്മാരുടെ സ്വവർഗരതി, നിയമവിരുദ്ധമായ തുടകൾക്കിടയിലുള്ള ലൈംഗിക ബന്ധം, സ്ത്രീകളുടെ സ്വവർഗരതി എന്നിവയുടെ കാര്യത്തിൽ ഇത് ബാധകമല്ല. ഇവ തെളിയിക്കുന്നതിന് 4 പുരുഷന്മാരുടെ സാക്ഷ്യം ആവശ്യമാണ്. ചമ്മട്ടിയടി, തലമുണ്ടനം ചെയ്യൽ, കൂടാതെ നാടുകടത്തൽ എന്നീ ശിക്ഷകൾ ലഭിക്കാവുന്ന വ്യഭിചാരം തെളിയിക്കുന്നതിന് 2 പുരുഷന്മാരുടെയും 4 സ്ത്രീകളുടെയും സാക്ഷ്യം മതിയാകും. ശിക്ഷകൾ മേൽപ്പറഞ്ഞവയല്ലാത്ത സാഹചര്യങ്ങളിൽ, ഉദാഹരണത്തിന് കല്ലെറിഞ്ഞു കൊല്ലൽ, കുറഞ്ഞത് 3 സൽഗുണസമ്പന്നരായ പുരുഷന്മാരുടെയും 2 സദ്ഗുണസമ്പന്നരായ സ്ത്രീകളുടെയും സാക്ഷ്യം ആവശ്യമാണ്. അതായത് 4 പുരുഷന്മാർ സാക്ഷികളായിട്ടില്ല, 3 പുരുഷന്മാരെ സാക്ഷികളായിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ പുരുഷ സാക്ഷിക്ക് പകരം ഒരു സ്ത്രീയുടെ സാക്ഷ്യം പോരാ, 2 സ്ത്രീകളുടെ സാക്ഷ്യം വേണം. ഇത് ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. സൂറ 2ന്റെ 282 പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. 2 സൽഗുണസമ്പന്നരായ പുരുഷന്മാരും 4 സൽഗുണസമ്പന്നരായ സ്ത്രീകളും സാക്ഷ്യം നൽകുന്ന സാഹചര്യത്തിൽ ചമ്മട്ടിയടി എന്ന നിശ്ചിത ശാരീരിക ശിക്ഷ മാത്രമേ അനുവദനീയമാകൂ. ബ്ലഡ് മണി അഥവാ ചോരപ്പണം നൽകി പരിഹരിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ഒരു പുരുഷ സാക്ഷിയുടെയും 2 സ്ത്രീ സാക്ഷികളുടെയും മൊഴിയിലൂടെ തെളിയിക്കാവുന്നതാണ്. ഇസ്ലാമിക് പീനൽ കോഡ് ആർട്ടിക്കിൾ 199. സ്ത്രീയുടെ സാക്ഷിമൊഴിക്ക് പുരുഷൻ്റേതിനേക്കാൾ പകുതി മൂല്യം മാത്രം നൽകുന്നതിലൂടെ നീതിന്യായ വ്യവസ്ഥയിൽ
സ്ത്രീയെ ഒരു അർദ്ധ മനുഷ്യയായി അല്ലെങ്കിൽ ഒരു ഹാഫ് ഹ്യൂമനായി അല്ലെങ്കിൽ അറിവും ബോധവും ഇല്ലാത്ത രണ്ടാംകിട പൗരയായി മാത്രം പരിഗണിക്കുന്ന ക്രൂരമായ നിയമമാണ്. ഖുറാനിലെ വിവേചനപരമായ നിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിട്ടുള്ള ഈ നിയമപ്രകാരം ഒരു പുരുഷ സാക്ഷിയുടെ കുറവ് നികത്താൻ 2 സ്ത്രീകളുടെ സാക്ഷ്യം വേണമെന്ന നിബന്ധന സ്ത്രീകളുടെ അന്തസ്സിനെ പരസ്യമായി അവഹേളിക്കുന്നതാണ്. ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പോലും സ്ത്രീയുടെ വാക്കിനെ പുരുഷന് താഴെ പ്രതിഷ്ഠിക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് നീതി ലഭിക്കാനുള്ള സ്വാഭാവികമായ അവകാശത്തെ ഈ നിയമം നിഷേധിക്കുകയാണ്. സ്ത്രീകളെ ഇത്തരത്തിൽ അപമാനിക്കുന്ന ഒരു നിയമവ്യവസ്ഥയുടെ ഉപജ്ഞാതാക്കളിൽ ഒരാളെയാണ് സുനിതാ ദേവദാസി എനിക്കിഷ്ടമുള്ള പോരാളി എന്ന് വിശേഷിപ്പിക്കുന്നത്. എത്രത്തോളം വലിയ ഇരട്ടത്താപ്പാണ് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ദേവദാസി വെച്ച് പുലർത്തുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് ഇസ്ലാമിക് പീനൽ കോഡ് ആർട്ടിക്കിൾ 147. ഇത് നമ്മൾ നേരത്തെ മറ്റേ സിവിൽ കോഡിൽ നിന്നും ഇത് സംസാരിക്കുകയുണ്ടായി. ഈ നിയമപ്രകാരം കുറ്റകൃത്യങ്ങൾക്ക് നിയമപരമായി ഉത്തരവാദിയാകാനുള്ള പ്രായപൂർത്തി അത് പെൺകുട്ടികൾക്ക് 9 ചാന്ദ്രവർഷവും, അതായത് ഏകദേശം 8 വയസ്സ് 8 മാസം 23 ദിവസം ഇതാണ്. ആൺകുട്ടികൾക്ക് 15 ചാന്ദ്രവർഷവുമാണ്. ഇത് ഏറ്റവും ക്രൂരമായ വകുപ്പുകളിലൊന്നാണ്. ഒരു പെൺകുട്ടിയുടെ കുട്ടിക്കാലത്തെയും മനുഷ്യാവകാശങ്ങളെയും അപ്പാടെ നിഷേധിക്കുന്ന അങ്ങേയറ്റം ക്രൂരമായ ഒരു നിയമമാണിത്. വെറും 8.25 വയസ്സ് തികയാത്ത ഒരു പിഞ്ചു പെൺകുട്ടിയെ നിയമപരമായി മുതിർന്ന ഒരാളായി പരിഗണിക്കുകയും അവൾ ചെയ്യുന്ന തെറ്റുകൾക്ക് മുതിർന്നവർക്ക് നൽകുന്ന അതേ കഠിനമായ ശിക്ഷകൾ, അതായത് ചമ്മട്ടിയടിയും തടവ് ശിക്ഷയും വധശിക്ഷയും ഉൾപ്പെടെയുള്ള ശിക്ഷകൾ, അതൊക്കെ ആ ശിക്ഷകൾ നൽകാനാണ് ഈ നിയമം അനുവദിക്കുന്നത്. ആൺകുട്ടികൾക്ക് 14.5 വയസ്സ് വരെ ബാല്യത്തിൻ്റെ ആനുകൂല്യങ്ങളും ശിക്ഷാ ഇളവുകളും നൽകുമ്പോൾ പെൺകുട്ടികളുടെ ബാല്യം അതിനും 6 വർഷം മുൻപേ കവർന്നെടുക്കുന്നതിലെ ലിംഗവിവേചനം അത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. അങ്ങേയറ്റം ഭീകരമാണത്. ലോകം മുഴുവൻ കുട്ടികളുടെ അവകാശങ്ങൾക്കായി പോരാടുമ്പോൾ 8.25 വയസ്സുകാരിയെ ക്രിമിനലായി കാണുന്ന ഇത്തരം പ്രാകൃത നിയമങ്ങളെയും അത് നടപ്പിലാക്കുന്ന ഭരണകൂടത്തെയും പോരാളികളെന്നും വിപ്ലവകാരികളെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നത് മനുഷ്യത്വത്തിന് നേരെയുള്ള വലിയൊരു വെല്ലുവിളിയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ തലച്ചോറൊന്ന് പരിശോധനാ വിധേയമാക്കേണ്ടതുണ്ട്. ഇനി ഇസ്ലാമിക് പീനൽ കോഡ് ആർട്ടിക്കിൾ 550 അത് ജീവന്റെ വില അഥവാ ദിയ്യത്തിനെ കുറിച്ചാണ്. അതായത് കൊലപാതകങ്ങളിലോ അപകടങ്ങളിലോ ഇരയാകുന്ന വ്യക്തിയുടെ കുടുംബത്തിന് നൽകുന്ന നഷ്ടപരിഹാരമാണ് ദിയ്യത്ത് എന്ന് പറയുന്നത്. ഇതിനെ ബ്ലഡ് മണി എന്ന് ഇംഗ്ലീഷിൽ പറയും, ചോരപ്പണം. ഇസ്ലാമിക് പീനൽ കോഡ് ആർട്ടിക്കിൾ 550 പ്രകാരം ഒരു സ്ത്രീയുടെ ദിയ്യത്ത് ഒരു പുരുഷന്റെ ദിയ്യത്തിന്റെ പകുതി മാത്രമാണ്. ഒരു സ്ത്രീയുടെ ജീവന്റെ വില പുരുഷനേക്കാളും പകുതിയാണ്. ഈ ആർട്ടിക്കിൾ 550 എന്നത് ഒരു വ്യക്തിയുടെ ജീവന്റെ വില നിശ്ചയിക്കുന്നതിൽ പോലും ലിംഗവിവേചനം നിയമപരമായി അടിച്ചേൽപ്പിക്കുന്ന അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ വകുപ്പാണ്. ഒരു സ്ത്രീ കൊല്ലപ്പെട്ടാൽ കൊലപാതകി നൽകേണ്ട നഷ്ടപരിഹാരത്തുക ഒരു പുരുഷൻ കൊല്ലപ്പെട്ടാൽ നൽകേണ്ടതിൻ്റെ പാതി മാത്രമാണെന്ന് നിശ്ചയിക്കുന്നതിലൂടെ സ്ത്രീയുടെ ജീവന് പുരുഷന്റെ ജീവനേക്കാൾ പകുതി മൂല്യം മാത്രമേ ഇറാനിലെ ഇസ്ലാമിക നിയമവ്യവസ്ഥ നൽകുന്നുള്ളൂ എന്ന് വ്യക്തമാകുന്നുണ്ട്. ജനനം മുതൽ മരണം വരെ സ്ത്രീയെ ഒരു അർദ്ധമനുഷ്യയായി മാത്രം കാണുന്ന ഈ വിവേചനം ആധുനിക നീതിന്യായ വ്യവസ്ഥകൾക്കും മനുഷ്യാവകാശങ്ങൾക്കും നേരെയുള്ള തുറന്ന വെല്ലുവിളിയാണ്. സ്ത്രീകളെ ഇത്തരത്തിൽ തരം താഴ്ത്തുന്ന ഒരു ഭരണകൂടത്തെയും അതിൻ്റെ നിയമങ്ങളെയും വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത് പരിഷ്കൃത ബോധത്തിന് നിരക്കാത്ത കാര്യമാണ്. എന്നാൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടി ഈ ദേവദാസി ഏറ്റവും അപരിഷ്കൃതമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു മടിയും കൂടാതെ കൈയടിക്കും. അതിലൊരു സംശയവും ആർക്കും വേണ്ട. ഇസ്ലാമിക് പീനൽ കോഡ് ആർട്ടിക്കിൾ 560 562 നമുക്ക് നോക്കാം. അത് ഈ ശാരീരിക പരിക്കുകൾക്കുള്ള നഷ്ടപരിഹാരമാണ്. ഇത് ശരീരഭാഗങ്ങൾക്കുണ്ടാകുന്ന പരിക്കുകൾക്കുള്ള നഷ്ടപരിഹാരത്തിലെ വിവേചനമാണ്. അതായത് ആർട്ടിക്കിൾ 562 പ്രകാരം നഷ്ടപരിഹാരത്തുക പൂർണ്ണ ദിയ്യത്തിൻ്റെ 1/3 ആകുന്നതുവരെ പുരുഷനും സ്ത്രീക്കും ലഭിക്കുന്ന തുക തുല്യമാണ്. എന്നാൽ നഷ്ടപരിഹാരം 1/3 കൂടിയാൽ സ്ത്രീക്ക് ലഭിക്കുന്ന തുക പുരുഷന് ലഭിക്കുന്നതിൻ്റെ നേർപകുതിയായിട്ട് കുറയുകയാണ്. ആർട്ടിക്കിൾ 560 562 എന്നിവ
ശാരീരിക പരിക്കുകൾക്ക് നൽകുന്ന നഷ്ടപരിഹാരത്തിൽ പോലും ലിംഗവിവേചനം നിയമപരമായി ഉറപ്പുവരുത്തുന്ന അങ്ങേയറ്റം വിചിത്രമായ ഒരു വകുപ്പാണ്, അല്ലെങ്കിൽ ഒന്നിലധികമുള്ള വകുപ്പുകളാണ്. ഒരു നിശ്ചിത പരിധിവരെ, അതായത് മുഴുവൻ ദിയ്യത്തിൻ്റെ 1/3 വരെ നഷ്ടപരിഹാരത്തിൽ തുല്യത പാലിക്കുന്നുവെന്ന് നമുക്ക് തോന്നിപ്പിക്കുമെങ്കിലും പരിക്കുകൾ ഗുരുതരമാകുമ്പോൾ സ്ത്രീയുടെ ശരീരത്തിന് പുരുഷൻ്റേതിനേക്കാൾ പകുതി വില മാത്രമേ ഈ നിയമം കൽപ്പിക്കുന്നുള്ളൂ. അതായത് ഒരു അവയവം നഷ്ടപ്പെടുകയോ ഗുരുതരമായി അംഗഭംഗം സംഭവിക്കുകയോ ചെയ്യുമ്പോൾ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനയ്ക്കും വൈകല്യത്തിനും പുരുഷൻ്റേതിനേക്കാൾ പകുതി മൂല്യം മാത്രം നൽകുന്ന ഈ വ്യവസ്ഥിതി സ്ത്രീ ശരീരത്തെ ഒരു രണ്ടാംകിട ചരക്കായി മാത്രം കാണുന്ന പുരുഷാധിപത്യ മനോഭാവത്തിന്റെ തെളിവാണ്. ഇത്തരം നീതിരഹിതമായ നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു ഭരണകൂടത്തെ വിപ്ലവകരം എന്ന് വിശേഷിപ്പിക്കുന്നത് അതിനെ എന്താണ് വിവരിക്കേണ്ടത്, പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ. ഇസ്ലാമിക് പീനൽ കോഡ് ആർട്ടിക്കിൾ 301 പിതാവിനും പിതാമഹനും വധശിക്ഷയിൽ നിന്നുള്ള ഇളവാണിത്. അതായത് കൊലപാതകം ചെയ്താൽ ഒരു പ്രതിക്ക് സാധാരണഗതിയിൽ നൽകുന്ന വധശിക്ഷയാണ് ഖിസാസ് എന്ന് പറയുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 301 പ്രകാരം സ്വന്തം മക്കളെയോ പേരക്കുട്ടികളെയോ കൊലപ്പെടുത്തുന്നത് പിതാവോ പിതാമഹനോ ആണെങ്കിൽ അവർക്ക് ഖിസാസ് ഇല്ല, എന്ന് വെച്ചാൽ വധശിക്ഷയില്ല. മനസ്സിലായോ? ഈ ആർട്ടിക്കിൾ 301 നിയമത്തിന് മുന്നിലുള്ള തുല്യതയെയും ജീവിക്കാനുള്ള മൗലികാവകാശത്തെയും അങ്ങേയറ്റം ക്രൂരമായി ലംഘിക്കുന്ന ഒന്നാണ്. സ്വന്തം മക്കളെയോ പേരക്കുട്ടികളെയോ കൊലപ്പെടുത്തിയ പ്രതി പിതാവോ പിതാമഹനോ ആണെങ്കിൽ അവർക്ക് വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകുന്ന ഈ വകുപ്പുണ്ടല്ലോ, ഇത് കുടുംബത്തിനുള്ളിലെ കൊലപാതകങ്ങളെ നിയമപരമായി തന്നെ ലഘൂകരിക്കുന്നു. പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കെതിരെയുള്ള ദുരഭിമാന കൊലകൾക്ക് ഇതൊരു വലിയ നിയമപരിരക്ഷയാണ് നൽകുന്നത്. ഒരു കൊലപാതകി ഇരയുടെ രക്തബിന്ദുവാണെന്ന കാരണത്താൽ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നത് നീതിയുടെ സകല മാനദണ്ഡങ്ങളെയും തകിടം മറിക്കുന്നതും കിരാതവുമാണ്. മനസ്സിലായോ? അതിനെയാണ് ഈ സുനിത ദേവദാസി പിന്തുണയ്ക്കുന്നത്. ഇസ്ലാമിക് പീനൽ കോഡ് ആർട്ടിക്കിൾ 382 സ്ത്രീയെ കൊന്ന പുരുഷന് വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥയാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞ ആർട്ടിക്കിൾ 382 പറയുന്നത്. അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ മനഃപൂർവ്വം കൊലപ്പെടുത്തിയാൽ അയാൾക്ക് വധശിക്ഷ നൽകാം. എന്നാൽ ഈ നിയമപ്രകാരം അങ്ങനെ വധശിക്ഷ നടപ്പിലാക്കുന്നതിന് മുമ്പായി കൊല്ലപ്പെട്ട സ്ത്രീയുടെ അവകാശികൾ അല്ലെങ്കിൽ കുടുംബക്കാർ പ്രതിയായ പുരുഷന്റെ ദിയ്യത്തിന്റെ പകുതി തുക ആ കൊലയാളിയായ പുരുഷന്റെ കുടുംബത്തിന് നൽകണം. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. സൗമ്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഗോവിന്ദച്ചാമിക്ക് കോടതി വധശിക്ഷ വിധിച്ചാൽ ആ വധശിക്ഷ നടപ്പാക്കണമെങ്കിൽ ഈ സൗമ്യയുടെ അമ്മ ഗോവിന്ദച്ചാമിയുടെ കുടുംബത്തിന് പണം നൽകേണ്ടി വരുന്ന അവസ്ഥയുണ്ടല്ലോ, അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, അപ്പം മനസ്സിലാകും. ഇതെന്താ കാര്യം എന്ന് മനസ്സിലായോ? സൗമ്യ ഒരു സ്ത്രീയും ഗോവിന്ദച്ചാമി എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും ശരി അവനൊരു പുരുഷനാണ്. ഒരു സ്ത്രീയുടെ ജീവന് പുരുഷന്റെ ജീവനേക്കാൾ പകുതി മൂല്യം മാത്രമേ ഉള്ളൂ എന്ന പ്രാകൃത ബോധമാണ് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ 50 രൂപ വിലയുള്ള ഒരു വസ്തു ഞാൻ നശിപ്പിച്ചെന്നിരിക്കട്ടെ, എൻ്റെ കയ്യിൽ കൊടുക്കാൻ 50 രൂപയില്ല, 100ൻ്റെ ഒരു നോട്ട് മാത്രമേ ഉള്ളൂ, 100 രൂപ, വേറൊന്നുമില്ല. അപ്പം ഞാൻ ആ 100 രൂപ ആ വസ്തുവിൻ്റെ ഉടമയ്ക്ക് കൊടുത്താൽ അയാൾ തിരിച്ചെനിക്ക് 50 രൂപ തരണ്ടേ? കാരണം ഞാൻ നശിപ്പിച്ച വസ്തുവിന് 50 രൂപയേ വിലയുള്ളൂ, ഞാനാണെങ്കിൽ 100 രൂപ കൊടുത്തു, അപ്പോൾ അത് കഴിഞ്ഞും എനിക്ക് 50 രൂപ തിരിച്ചു കിട്ടണം. അപ്പോൾ ഒരു സ്ത്രീയെ കൊന്നതിന് പകരമായി ഒരു പുരുഷനെ വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ കൊല്ലപ്പെട്ട സ്ത്രീയുടെ ജീവന്റെ മൂല്യത്തെക്കാൾ ഇരട്ടി മൂല്യമുള്ള ജീവനാണ് പുരുഷൻ കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ സ്ത്രീയുടെ ജീവന്റെ മൂല്യം കഴിച്ച് ബാക്കിയുള്ള പണമാണ് ആ സ്ത്രീയുടെ വീട്ടുകാർ കൊലയാളിയായ പുരുഷന്റെ കുടുംബക്കാർക്ക് കൊടുക്കുന്നത്. ഈ ഇസ്ലാമിക് പീനൽ കോഡ് ആർട്ടിക്കിൾ 382 എന്നുള്ളത് നീതിയുടെ സകല സങ്കല്പങ്ങളെയും തലകീഴായി മറിക്കുന്ന അങ്ങേയറ്റം ക്രൂരവും പരിഹാസ്യവുമായ ഒരു നിയമമാണ്. ഒരു സ്ത്രീയെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിക്ക് അർഹമായ വധശിക്ഷ നൽകണമെങ്കിൽ പോലും കൊല്ലപ്പെട്ട സ്ത്രീയുടെ കുടുംബം കൊലയാളിയുടെ കുടുംബത്തിന് രക്തപ്പണത്തിൻ്റെ പകുതി നൽകണമെന്നുള്ള നിബന്ധന ഇരയെ വീണ്ടും വീണ്ടും ക്രൂശിക്കുന്നതിന് തുല്യമാണ്. നീതി നടപ്പിലാക്കാൻ പോലും കൊലയാളിയുടെ കുടുംബത്തിന് പണം നൽകേണ്ടി വരുന്ന ഈ അവസ്ഥ മനുഷ്യാവകാശങ്ങൾക്കും ലിംഗസമത്വത്തിനും നേരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. പക്ഷേ ഈ കനേഡിയൻ ദേവദാസിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. അതുകൊണ്ടാണ് ആ സ്ത്രീ
ഈ നിയമം എഴുതിയവരെയൊക്കെ ഹീറോയായി കാണുന്നതും വീഡിയോകളിലൂടെ അവർക്ക് വാഴ്ത്തുപാട്ട് പാടുന്നതും. ഇത്രയും സ്ത്രീവിരുദ്ധവും പ്രാകൃതവുമായ നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയെയും അതിൻ്റെ തലവന്മാരെ, ആ ഭരണകൂടത്തിൻ്റെ തലവന്മാരെയൊക്കെ ഫെമിനിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന ദേവദാസി പുകഴ്ത്തുന്നത് എത്രത്തോളം വലിയ ഇരട്ടത്താപ്പാണെന്ന് ഈ വകുപ്പുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ലഭിക്കുന്ന മനുഷ്യാവകാശങ്ങളുടെ തണലിലിരുന്ന് ഇത്തരം വിവേചനങ്ങളെ പോരാട്ടം എന്ന് വിളിക്കാൻ ഉളുപ്പില്ലായ്മയിൽ ഡബിൾ MA എടുക്കണം. സുനിതാ ദേവദാസിക്ക് ആ ഡബിൾ MA ഉണ്ട് കേട്ടാ, ഉണ്ട്. അടിസ്ഥാന മനുഷ്യാവകാശങ്ങളെ ഹനിക്കുന്ന ഇത്തരം നിയമങ്ങൾക്കെതിരെ ഇറാനിലെ സ്ത്രീകൾ സ്വന്തം ജീവൻ പണയം വെച്ച് പതിറ്റാണ്ടുകളായി വലിയ പോരാട്ടങ്ങൾ നടത്തുന്നുണ്ട്. അവരാണ് ഇറാനിലെ യഥാർത്ഥ പോരാളികൾ. ഈ കാടൻ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാനിൽ നടക്കുന്ന സാൻ സിന്ദഗി ആസാദി എന്ന് പേർഷ്യനിലും ജിയാൻ ആസാദി എന്ന് കുർദിഷിലും വിളിക്കുന്ന സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന സമകാലിക പ്രക്ഷോഭങ്ങളെക്കുറിച്ചോ ആ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിന് തെരുവിൽ വെടികൊണ്ടും ജയിലിൽ നരകിച്ചും മരിച്ച ഇറാനിയൻ വനിതാവകാശ പ്രവർത്തകരെക്കുറിച്ചോ ഫെമിനിസ്റ്റ് എന്നും പറഞ്ഞ് നടക്കുന്ന ഈ കനേഡിയൻ ദേവദാസിക്ക് അറിയാത്തതൊന്നുമല്ല. പക്ഷെ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ദേവദാസിയെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ പിണങ്ങും. മുസ്ലിം വോട്ട് ബാങ്കിൽ കണ്ണും നട്ടിരിക്കുന്ന കമ്മികളും പിണങ്ങും. അതിൻ്റെ ഫലം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഡോളറുകൾ നിലയ്ക്കും എന്നുള്ളതാണ്. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ സുനിതാ ദേവദാസി ഇറാനിലെ സ്ത്രീകളുടെ കഷ്ടപ്പാടും ദുരിതവും കണ്ണീരും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പണത്തിനു വേണ്ടി തെരുവുകളിൽ സ്വന്തം ശരീരം വിറ്റ് നടക്കുന്ന വേശ്യകൾക്ക് പോലും ഈ സുനിതാ ദേവദാസിയേക്കാൾ അന്തസ്സുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇറാനിലെ തെരുവുകളിൽ സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് സ്വന്തം ജീവൻ വെടിഞ്ഞ ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ ചോരയെ ഒറ്റിക്കൊടുത്തുകൊണ്ടാണ് കാനഡയിലെ സുരക്ഷിതത്വത്തിലിരുന്ന് ഈ സുനിതാ ദേവദാസിനെ പോലുള്ളവർ ഖമൈനിക്ക് സ്തുതി പാടി പണം ഉണ്ടാക്കുന്നത്. സ്വന്തം ശരീരത്തിന്മേൽ പോലും അധികാരമില്ലാതെ 9 വയസ്സിന് മുൻപേ വിവാഹം കഴിപ്പിച്ചു കൊടുക്കപ്പെടുന്ന ആ ഇറാനിയൻ പെൺകുട്ടികളുടെ കണ്ണുനീരിനേക്കാൾ ഇവർക്ക് വലുത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഡോളറുകളാണ്. സ്വന്തം ജനതയെ അടിച്ചമർത്തിയ, സ്ത്രീകളെ മനുഷ്യരായി പോലും കാണാത്ത ഖമനയുടെ തല ഇസ്രായേലും അമേരിക്കയും കൂടി എടുത്തപ്പോൾ അത് കാലം കാത്തുവച്ച കാവ്യനീതിയായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. കാനഡയിലെ സ്വാതന്ത്ര്യം മുഴുവൻ അനുഭവിച്ചുകൊണ്ട് ഇറാനിലെ സ്ത്രീകളെ അടിമകളാക്കിയ ഒരു ഏകാധിപതിയെ പോരാളി എന്ന് വിളിച്ച് മഹത്വവൽക്കരിക്കുമ്പോൾ ദേവദാസി, നിങ്ങൾ ഓർക്കുക, നിങ്ങൾ അപമാനിക്കുന്നത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി മരിച്ച ആ ഇറാനിയൻ പെൺകുട്ടികളെയാണ്. തലകുനിക്കാതെ മടങ്ങാൻ അയാൾക്കിപ്പോൾ തല ബാക്കിയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള വകതിരിവെങ്കിലും കപട ഫെമിനിസ്റ്റെ നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. കേവലം സാമ്പത്തിക ലാഭത്തിനും വോട്ട് ബാങ്കിനും വേണ്ടി സ്വന്തം മനസാക്ഷിയെ വിൽക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. ദേവദാസി, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ചോർത്ത് അപമാനഭാരത്താൽ തല ഉനിക്കുന്ന ഒരു ദിവസം വരിക തന്നെ ചെയ്യും. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന ഇറാനിലെ ജനതയ്ക്ക് ദൈവം എത്രയും വേഗം വിടുതൽ നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കാം. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ രാജാതിരാജാവായ യേശു ക്രിസ്തു എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.